أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. കഴിഞ്ഞ സദസ്സുകളിൽ വെച്ച് നമ്മൾ പറഞ്ഞത് ഒരു മുസ്ലിമായ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അറിയൽ നിർബന്ധമായ അതിപ്രധാനമായ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒരു അടിമ അവൻ്റെ റബ്ബിനെക്കുറിച്ച് അവന് ഒരു അറിവ് വേണം. അതേപോലെ തന്നെ അവൻ അനുഷ്ഠിക്കുന്ന ദീനായി കൊണ്ട് നടക്കുന്ന അവൻ്റെ ദീനുൽ ഇസ്ലാമിനെക്കുറിച്ച് അവന് അറിവ് വേണം. ഈ അള്ളാഹുവിനേക്കും ഈ പറയുന്ന ദീനിലേക്കും ഒരു വ്യക്തിയെ അടുപ്പിക്കുന്ന വഴി കാട്ടുന്ന പ്രവാചകനെക്കുറിച്ചും നമുക്കൊരു അറിവ് വേണമെന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ ഫضല് കൊണ്ട് കഴിഞ്ഞ സദസ്സുകളിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചെറിയ നിലക്കൊരു പരിചയപ്പെടുത്തൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നു. ഇതിൻ്റെ നേരെ മുമ്പുള്ള ആ സദസ്സിൽ ദീനുൽ ഇസ്ലാമിനെക്കുറിച്ചും അതിൻ്റെ നന്മയെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചും അതേ അള്ളാഹു സ്വീകരിക്കുന്ന ആദർശവും ദീനും ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നത്തെ സദസ്സിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് ചെറിയ ഒരു പരിചയപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് നമ്മൾ അറിയൽ നിർബന്ധമാണ്. ആരായിരുന്നു ആ പ്രവാചകൻ? അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന് സമൂഹം എങ്ങനെയാണ് കണ്ടത്? അദ്ദേഹത്തിൻ്റെ ആദർശം എന്തായിരുന്നു? എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? അതിൻ്റെ പൂർണ്ണമായതാണെങ്കിൽ അതിന് വലിയ ബൃഹത്തായ വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. റസൂലിനെക്കുറിച്ച് വിശദമായി അറിയാനും പഠിക്കാനും. ഹദീസിൻ്റെ കിതാബുകൾ മുഴുവനും നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ വചനങ്ങളാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി എത്രയാണ് ഹദീസുകൾ അതിൽ? ഇമാം മുസ്ലിമിൻ്റെ എത്ര? ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹിയുടെ മുസ്നദ് എന്ന ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ എത്രയാണ് പ്രവാചകൻ്റെ വചനങ്ങൾ? അത് മുഴുവൻ നമുക്കിതുപോലത്തെ ചെറിയൊരു സദസ്സിൽ ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല എല്ലാവർക്കും. പക്ഷെ എന്നാലും ഒരു പരിചയപ്പെടുത്തൽ, എന്നാലും നമുക്ക് ആ പ്രവാചകനെക്കുറിച്ചുള്ള ഒരു ബന്ധം അതുണ്ടാക്കിയെടുക്കൽ. കഴിഞ്ഞ സദസ്സിൽ ഞാൻ സ്വാഭാവികമായിട്ട് വേഗത്തിൽ പറഞ്ഞു എന്നുള്ള സഹോദരിമാർക്ക് ചില ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ബാറക്കല്ലാഹു ഫീക്കും. നിങ്ങൾ ഒരുപാട് സഹോദരിമാർ വരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ ഭംഗിയായിട്ട് മനസ്സിലാക്കാനും പറയാനും മനസ്സിലാക്കാനും കേൾക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ കുറച്ച് വേഗതയിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സമയം കുറവാണ്. കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് താനും. അതുകൊണ്ടാണ് ഞാനൊരു പക്ഷേ വേഗത്തിൽ പോകുന്നത്. നിങ്ങൾ പുരുഷന്മാരായ സഹോദരന്മാരോ ഭർത്താക്കന്മാരായിട്ട് വന്ന പുരുഷന്മാർ നിങ്ങളുടെ ഭാര്യമാർക്ക് സഹോദരിമാർക്ക് ഇത് കുറച്ചുകൂടി വിശദീകരിച്ച്, കാരണം നിങ്ങൾ ധാരാളം സദസ്സിൽ പങ്കെടുക്കുന്നവർ, അവർക്കൊരു പക്ഷേ നിങ്ങളത്ര അനുഭവ സമ്പത്തുണ്ടാകൂല. അപ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകാതെ വരും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ബാധ്യത നിങ്ങൾക്ക് ഉണ്ട് താനും. പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങളിവിടെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വാഹനത്തിലിരുന്നോ വീട്ടിൽ ചെന്നോ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരങ്ങളും നമ്മുടെ ചർച്ചകളും നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കലും ഇതുപോലത്തെ കാര്യങ്ങളാവട്ടെ. മറ്റുള്ളൊരുപാട് ആവശ്യമില്ലാത്ത സംസാരങ്ങൾ പള്ളിയിൽ വരുമ്പോൾ അതാണ്, പള്ളിയിൽ വന്ന് ഇരുന്നാൽ അതാണ്, നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അതാണ്. ദുന്യാവിൻ്റെ എന്ത് സംസാരങ്ങളാണ്? എന്താണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ എന്താണുള്ളത്? ഈ ദുന്യവിയാ സംസാരങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തീർന്ന് പിന്നെ ഇഖാമത്ത് കൊടുക്കുമ്പോൾ സൊഫിൽ വന്ന് നിൽക്കുന്ന മനുഷ്യൻ പൂർണ്ണമായി അള്ളാഹുവിലേക്ക് മുന്നിടുന്ന മനസ്സ് എങ്ങനെ വരിക? അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സംസാരം നമുക്ക് ആ ക്ലാസ്സിൽ വെച്ച് മനസ്സിലായ കാര്യങ്ങൾ അതായിരിക്കണം പറയുന്നത്. അപ്പോൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി നിങ്ങളുടെ ആ ആവശ്യം പരിഗണിച്ചുകൊണ്ട് പരമാവധി ഞാൻ സാവധാനത്തിൽ പറയാം. ഇനി അതിലും കൂടി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതിൽ ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്ത് അബുൽ ഖാസിം എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അറബികൾക്കുള്ള രീതിയാണ്, നമ്മളത് ആ രീതി സ്വീകരിക്കുന്ന സുന്നത്താണ്. എന്നെ സഹോദരന്മാർ അബു സൽമാൻ എന്ന പേരിലാണ് ആളുകൾ പറയുക. എൻ്റെ പേര് അഹ്മദ് എന്നാണ്. അഹ്മദ് ബിൻ മുഹമ്മദാണ് ഞാൻ. എൻ്റെ പിതാവിൻ്റെ പേര് മുഹമ്മദാണ്, എൻ്റെ പേര് അഹ്മദാണ്.
എൻ്റെ പേര് അഹമ്മദ് എന്ന് പറയുന്ന പേരിൻ്റെ മുമ്പ് മറ്റൊരു പേരായിരുന്നു. ഞാനതിവിടെ വന്ന് രേഖാമൂലം അതിവിടുന്ന് മാറ്റി ഗവൺമെൻറ്റിൽ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത് മാറ്റിയതുമാണ് ഞാൻ എൻ്റെ ഈ പേര് അഹമ്മദ് എന്ന് പറയുന്നത്. മറ്റൊരു പേരായിരുന്നു എൻ്റെത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖാസിം എന്ന് പറയുന്നൊരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് അബുൽ ഖാസിം എന്ന പേരിലായിരുന്നു പ്രവാചകൻ അറിയപ്പെട്ട. കുനിയത്ത് എന്നാണ് ഇതിൽ അറബിയിൽ പറയാം. പ്രവാചകൻ്റെ പേര് മുഹമ്മദ്, പ്രസിദ്ധമായ പേര് മുഹമ്മദാണ്. വേറെയും പേരുകളുണ്ട്. മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ, പിതാവിൻ്റെ പേര് അബ്ദുള്ള, ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഇബ്നു ഹാഷിം, ഇബ്നു അബ്ദു മനാഫ്, ഇബ്നു ഖുസൈ, ഇബ്നു കിലാബ്, ഇബ്നു മുറ, ഇബ്നു കഅബ്, ഇബ്നു ലുഐ, ഇബ്നു ഗാലിബ്, ഇബ്നു ഫിഹ്ർ, ഇബ്നു മാലിക്, ഇബ്നു അൻ-നളർ, ഇബ്നു കിനാന, ഇബ്നു ഖുസൈമ, ഇബ്നു മുദ്രിക, ഇബ്നു ഇലിയാസ്, ഇബ്നു മുളർ, ഇബ്നു നിസാർ, ഇബ്നു മഅദ്, ഇബ്നു അദ്നാൻ. ഇതാണ് പ്രവാചകൻ്റെ വിശ്വാസയോഗ്യമായ സ്വീകാര്യോഗ്യമായ പരമ്പരകളിൽ കൂടെ അറിയപ്പെട്ട വന്ന പിതാമഹന്മാരുടെ പേരുകൾ ഇതാണ്. ഈ അദ്നാൻ എന്ന് പറയുന്ന ഹാദാ ഹുവൽ മുത്തഫഖു അലൈഹി ഫി നസബിഹി, പ്രവാചകൻ്റെ പിതാമഹന്മാരുടെ പേരുകൾ പരമ്പരകളിൽ വിശ്വാസയോഗ്യമായ സ്വീകാര്യോഗ്യമായ സകല ചരിത്ര പണ്ഡിതന്മാർ ഏക അഭിപ്രായമുള്ളത് ഇതാണ്. അദ്നാൻ എന്ന് പറയുന്ന ഈ പിതാവ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരകളിൽപ്പെട്ട ആളാണ്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ പുത്രനുമാണ്. ഹാജർ എന്ന് പറയുന്ന ആ അടിമ സ്ത്രീയായിരുന്നു ഇബ്രാഹിം നബിക്ക്. അതിലുണ്ടായ കുട്ടിയാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. പ്രവാചകന് മുഹമ്മദ് എന്നല്ലാത്ത മറ്റ് പേരുകൾ സഹിഹായ ഹദീസുകളിൽ കൂടെ ബുഖാരി മുസ്ലിം റഹിമഹുമുള്ള റിപ്പോർട്ട് ചെയ്ത പേരുകളുണ്ട്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ജുബൈർ ഇബ്നു മുത്ഇം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത്, ഇന്നലി അസ്മാ, എനിക്ക് പല പേരുകളുമുണ്ട്. വ അന മുഹമ്മദുൻ വ അന അഹ്മദു വ അന അൽ മാഹി യംഹുല്ലാഹു ബി അൽ കുഫർ. മാഹി എന്നാണ് മായ്ച്ച് കളയുന്ന ആൾ എന്ന, ലോകത്തിൽ സത്യനിഷേധം മായ്ച്ച് കളയുന്ന ആൾ. ലോകം മുഴുവൻ ഇരുൾമുറ്റി കിടക്കുക സത്യനിഷേധം കൊണ്ട്, കുഫർ കൊണ്ട്. പ്രവാചകൻ അത് മായ്ച്ച് പരിശുദ്ധമായ തൗഹീദിനെ ലോകത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ചു. വ അനൽ ഹാഷിർ, ഹാഷിർ എന്ന ഒരുമിച്ച് കൂട്ടുന്ന ആൾ എന്ന്. അല്ലദീ യുഹ്ശറുന്നാസു അലാ ഖദമൈ, പ്രവാചകൻ്റെ ശേഷം പിന്നെ ഒരു നബി ഈ ലോകത്തില്ല. പ്രവാചകൻ്റെ ശേഷം ഈ ലോകം അവസാനിക്കുകയാണ്. പിന്നീട് ആളുകളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുകയാണ്. ആ നിലക്ക് ഹാഷിർ വേറെ വിശദീകരണമുണ്ട്. പിന്നെ വ അനൽ ആഖിബ്, ആഖിബ് എന്ന് പറയുന്ന പേരുണ്ട്. അതിൻ്റെ അർത്ഥം അല്ലദീ ലൈസ ബഅദഹു അഹദുൻ, പ്രവാചകൻ്റെ ശേഷം പിന്നെ മറ്റ് പ്രവാചകന്മാരില്ല. ആ അർത്ഥത്തിൽ ഇതൊക്കെ പ്രവാചകൻ്റെ സ്വഹീഹായ ബുഖാരി മുസ്ലിമൊക്കെ റഹ്മഹുമുള്ള റിപ്പോർട്ട് ചെയ്ത പേരുകളാണ്. ഇതല്ലാത്ത മറ്റ് ചില പേരുകളും ചില ചരിത്രത്തിൻ്റെ ഹദീസിൻ്റെ കിതാബുകൾ വന്നതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ പവിത്രമായ വിവാഹബന്ധത്തിൽ കൂടി ജനിച്ച കുട്ടിയാണ്. ജാഹിലിയ കാലഘട്ടമാണെങ്കിൽ പോലും കുടുംബം നാട്ടുകാരും അറിഞ്ഞ് അബ്ദുള്ള എന്ന് പറയുന്ന ആ മനുഷ്യൻ ആമിന എന്ന് പറയുന്ന സ്ത്രീയെ സമൂഹം അറിഞ്ഞ് ആദരണീയമായി അന്ന് അറിയപ്പെട്ട രീതിയിൽ വിവാഹം കഴിച്ച് അതിലുണ്ടായ കുട്ടിയാണ്. വ്യഭിചാരത്തിലുണ്ടായ ശിശുവല്ല, കുട്ടിയല്ല പ്രവാചകൻ. ആ പറയുന്ന ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന വിവാഹബന്ധങ്ങൾ പ്രവാചകൻ ഇസ്ലാമിൻ്റെ ശേഷം അത് നിലനിർത്തുകയും ചെയ്തിരുന്നു. ഇസ്ലാമിലേക്ക് വന്നാലും ആ ബന്ധങ്ങൾ പ്രവാചകൻ അംഗീകരിച്ച് കൊടുത്തിരുന്നു. എന്ന് പറഞ്ഞാൽ മാതാവും പിതാവും ശരിയായ വിവാഹബന്ധത്തിൽ കൂടെ ഉണ്ടായ ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിൻ്റെ മുമ്പുള്ള ആ ബന്ധങ്ങൾ പ്രവാചകൻ ഇസ്ലാമിലേക്ക് വന്നതിൻ്റെ ശേഷം ആളുകൾക്ക് നിലനിർത്തി കൊടുത്തിരുന്നു. വാസിലത്ത് ഇബ്നുൽ അസ്ഖാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പിന്നെ ബുഖാരി റഹിമഹുള്ളക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിലും മറ്റും അദ്ദേഹം പറയാണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. ഇമാം മുസ്ലിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, വാക്കുകളാണ് ഈ പറയുന്നത്. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല ഇസ്തഫ മിൻ വലദി ആദം ഇസ്മായിൽ, മിൻ വുൽദി ആദം, അതിൽ മിൻ വലദി ആദം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയുടെ സന്താനങ്ങളിൽ നിന്ന് ഇസ്മായിൽ നബിയെ തെരഞ്ഞെടുത്തു. ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ, ഇസ്ഹാഖ്, ഈ പറയുന്ന മക്കളൊക്കെ നമ്മൾ അറിയപ്പെട്ടതാണ്. ഈ ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിൽ നബി അള്ളാഹു തെരഞ്ഞെടുത്തു. വസ്തഫ മിൻ വലദി ഇസ്മായിൽ കിനാന, ഇസ്മായിൽ നബിയുടെ സന്താനങ്ങളിൽ നിന്ന് കിനാനത്തി എന്ന് പറയുന്ന ആ കുടുംബത്തിന്, ആ സന്താന പരമ്പരകളെ അള്ളാഹു ബഹുമാനം ആദരവും കൊടുത്ത് തിരഞ്ഞെടുത്തു. വസ്തഫ മിൻ ബനി കിനാനത്ത ഖുറൈശൻ, ബനു കിനാന ഗോത്രം സന്താന പരമ്പരകളാണ്, ഒരുപാട് തലമുറ ആളുകളും കുടുംബങ്ങളും. അതിൽ നിന്ന് ഖുറൈശിനെ തെരഞ്ഞെടുത്തു. വസ്തഫ മിൻ ഖുറൈശിൻ ബനി ഹാഷിം, ഖുറൈശികളിൽ നിന്ന് ബനു ഹാഷിമിനെ അള്ളാഹു ആദരവും ബഹുമാനം കൊടുത്ത് തിരഞ്ഞെടുത്തു.
വസ്തഫാനി മിൻ ബനി ഹാഷിം. ബനു ഹാഷിം എന്ന് പറയുന്ന ആ കുടുംബ പരമ്പരയിൽ നിന്നാണ് എന്നെ തെരഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാഷിമി കുടുംബത്തിൽപ്പെട്ട ആളാണ്, ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ആളുമാണ്. ഗോത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി വലിയ വിശാലമായ ആളുകളുള്ള, അതിൽ നിന്നുള്ള പിന്നീടുള്ള മറ്റൊരു തലമുറ, അതിൽപ്പെട്ട കുറച്ച് ആളുകൾ, അതാണ് ബനു ഹാഷിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ അതാണ്. ബഹുമാന ആദരവുള്ള ആളുകളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു. വളരെ പേരും പ്രശസ്തിയും അംഗീകാരവും ആദരവുമുള്ള കുടുംബമായിരുന്നു ഖുറൈശി എന്ന് പറയുന്നത്, ബനു ഹാഷിം എന്ന് പറയുന്നത്. ആ കുടുംബത്തിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ത്വയ്യിബ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദീന്, ഈ പറയുന്ന റിസാലത്ത്, ഈ നുബുവത്ത് നൽകുന്നതിൻ്റെ മുമ്പ്, അത് നൽകുന്നത് 40-ാമത്തെ വയസ്സിലാണ്. അതിൻ്റെ മുമ്പ് തന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിക വിരുദ്ധമായി ആളുകൾ ശിർക്ക്, അതേപോലെ തന്നെ കുഫർ, വ്യഭിചാരം, അതേപോലെ തന്നെ മദ്യപാനം, മറ്റുള്ള അക്രമപരമായ സ്വഭാവങ്ങൾ, പ്രവർത്തനങ്ങൾ, കളവ്, വഞ്ചന, ചതി പോലത്തെ സമൂഹം ദുഷിച്ചതായി എണ്ണുന്ന സകല സ്വഭാവങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ സംരക്ഷിച്ചിരുന്നു റസൂലാകുന്നതിൻ്റെ മുമ്പ് തന്നെ. ഓരോ പ്രവാചകന്മാരുടെയും സ്ഥിതി അങ്ങനെയാണ് താനും. അവർക്ക് നുബുവത്ത് കിട്ടുന്നതിൻ്റെ മുമ്പ് ആ സമൂഹത്തിൽ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായിട്ടായിരിക്കും അവരുണ്ടാകുക. സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാം, നിങ്ങൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ചരിത്രം. ആ പ്രവാചകനോട് അദ്ദേഹം നുബുവത്തും ദഅവത്തുമായി വന്ന സമയത്ത് ജനങ്ങൾ പറഞ്ഞു, യാ സ്വാലിഹു ഖദ് കുന്ത ഫീനാ മർജുവൻ ഖബ്ല ഹാദാ. എത്ര നല്ലൊരു വ്യക്തിയായിരുന്നു സ്വാലിഹ്, ഇതിൻ്റെ മുമ്പ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളായി. നമ്മളൊക്കെ സമൂഹത്തിലൊരു പക്ഷേ നമുക്കൊക്കെ ഇങ്ങനത്തെ അനുഭവങ്ങൾ പറയാനുണ്ടാകും. നമ്മൾ ഈ തൗഹീദും സലഫിയത്തും പറയുന്നതിൻ്റെ മുമ്പ് നാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടപ്പെട്ട ആളായിരിക്കും. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നല്ല വിദ്യാർത്ഥിയായിരിക്കും, നല്ല യുവാക്കളായിരിക്കും, പല കാരണന്മാരും കുടുംബത്തിൽ വേണ്ടപ്പെട്ട ആളുകൾ, നല്ലൊരു ചെക്കനായിരുന്നു, നല്ലൊരു സ്വഭാവം. ഇപ്പൊക്കെ മാറി എന്ന് പറയും ചില ആളുകൾ. ഇപ്പൊക്കെ സ്വഭാവം മോശമായി, പെണ്ണുങ്ങളെന്ന് കണ്ടാൽ മുണ്ടൂല, നോക്കൂല, സമൂഹത്തിന് കുടുംബത്തിലുള്ള കാര്യങ്ങൾക്ക് എതിർപ്പാണ്, ഈ വിമർശനങ്ങൾ പറയും. പ്രവാചകന്മാർ നുബുവത്ത് കിട്ടുന്നതിൻ്റെ മുമ്പുള്ള കാലഘട്ടം വളരെ സുന്ദരമായ സ്വഭാവമായി നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും പലപ്പോഴും കേട്ടതാണ് അൽ അമീൻ. അൽ അമീൻ, വിശ്വസ്തൻ എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമൂഹം പേര് വിളിച്ചിരുന്നത്. വിശ്വസ്തൻ, സർവസമ്മതൻ. കഅബ ഷരീഫ് പുതുക്കി പണിയുന്ന സമയത്ത് ഹജറുൽ അസ്വദിനെ എവിടെ സ്ഥാപിക്കണം, ആര് സ്ഥാപിക്കണം എന്നുള്ള വലിയ ചർച്ച വരികയും ഇസ്ലാമിൻ്റെ മുമ്പ് അതാര് വെക്കണമെന്ന് ചർച്ച വന്നപ്പോൾ അവർ തീരുമാനത്തിലെത്തിയത് ഏറ്റവും ആദ്യം പള്ളിയിലേക്ക് കടന്നു വരുന്നത് ആരാണോ ആ വ്യക്തി തീരുമാനമെടുക്കട്ടെ, അല്ലെങ്കിൽ വലിയ കുഴപ്പങ്ങളിലേക്ക്, കുടുംബങ്ങൾ വലിയ ആക്രമണങ്ങളിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് അങ്ങനെ അവിടെ കടന്നു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എല്ലാവർക്കും സമ്മതമാണ്. മുഹമ്മദ് വന്നു, രണ്ടഭിപ്രായമല്ല. പ്രവാചകനോട് തീരുമാനമെടുത്ത് അവിടുത്തെ തട്ടം വിരിച്ചിട്ട് ഹജറുൽ അസ്വദിലേക്ക് ഇറക്കി വെച്ചിട്ട് എല്ലാവരും അതിൻ്റെ വക്കിൽ പിടിച്ചോളി, അങ്ങനെ ഉയർത്തിയിട്ട് ചുമരിലേക്ക് പ്രവാചകൻ്റെ പവിത്രമായ കൈകൾ കൊണ്ട് കഅബ ഷരീഫിൻ്റെ ചുമരിലേക്ക് വെച്ച് സർവ്വസമ്മതൻ. ഹിജറ പോകുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ചിലപ്പോൾ ചരിത്രം. കാവലായിട്ട് വീട്ടിൽ കടത്തിരുന്നു മദീനയിൽ പ്രവാചകൻ ഹിജറ പോകുന്ന സമയത്ത്. 2 കാരണങ്ങൾ. ഒന്ന്, വീട്ടിൽ ആളുണ്ട് എന്ന് തോന്നിപ്പിക്കൽ. അതിലേറെ വലിയൊരു വിഷയം, ആളുകളുടെ സ്വർണ്ണും വെള്ളിയും സമ്പത്തും സൂക്ഷിക്കുന്ന പണിയുണ്ടായിരുന്നു റസൂലിന്. ആളുകൾ പ്രവാചകനെ ഏൽപ്പിക്കുമായിരുന്നത് വിശ്വസ്തനായിട്ട്. അപ്പോൾ അത് ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ ഒരാൾ ഇവിടെ വേണം. അതിന് അലി റളിയല്ലാഹു അൻഹു അവിടെ വീട്ടിൽ പ്രവാചകൻ താമസിപ്പിച്ച ഹിജറ പോയത്. അത്ര സത്യസന്ധനും അത്ര വിശ്വസ്തനുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തിൽ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഞാൻ പറഞ്ഞു, കുഞ്ഞത്ത് ഞാൻ പറഞ്ഞു, പിതാമഹന്മാരുടെ പേരുകൾ പറഞ്ഞു, കുടുംബം ഞാൻ പറഞ്ഞു. ഈ പറയുന്ന അറബികൾ, പ്രവാചകൻ്റെ ഭാഷ അറബിയായിരുന്നു. അറബികൾ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരകളാണ് അറബികൾ. ഇസ്മായിൽ നബി യഥാർത്ഥത്തിൽ അറബിയല്ല, ഇബ്രാഹിം നബി യഥാർത്ഥത്തിൽ അറബിയല്ല, അദ്ദേഹം ഹിബ്രു ഭാഷക്കാരനായിരുന്നു. ഇന്ന് ജൂതന്മാരായ സയണിസ്റ്റുകളൊക്കെ സംസാരിക്കുന്ന ഹിബ്രു ഭാഷയുണ്ട് അവർക്ക്. ആ ഭാഷ അബ്രാനി എന്ന അറബിയിൽ പറയുന്ന ഭാഷക്കാരനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ഹാജറും ഈ മകനെയും മക്കയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ കൂടുതലുള്ള സഞ്ചാരികളായ ആളുകളിൽ നിന്നിട്ട് അറബി ഭാഷ പഠിച്ച് ഇസ്മായിൽ നബി പിന്നീട് അറബിയാവുകയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഫാത്താകുന്ന സമയത്ത് 63 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. 63 വയസ്സ്. അതിൽപ്പെട്ട 40 കൊല്ലക്കാലം, 40 വയസ്സ് നുബുവത്തിൻ്റെ മുമ്പുള്ള കാലഘട്ടമാണ്. 40 വയസ്സ്. നബിയായത് 40 വയസ്സിൻ്റെ ശേഷമാണ്. അഥവാ 23 വർഷക്കാലമാണ് പ്രവാചകനായി. 23 വർഷം നബിയും റസൂലുമായി. പ്രവാചകന് അവസാനത്തെ നുബുവത്ത് കിട്ടാനാകുന്ന സമയത്ത് സമൂഹത്തിലുള്ള വൃത്തികേടുകളും കാര്യങ്ങളും കണ്ടപ്പം മാനസികമായി എന്തെന്നില്ലാത്ത വിഷമവും പ്രയാസങ്ങളും സമൂഹത്തിൻ്റെ കൂടെ കഴിച്ചുകൂട്ടാൻ പ്രയാസമുണ്ടായപ്പോൾ ഹിറ എന്ന് പറയുന്ന പർവ്വതത്തിൻ്റെ മുകളിലുള്ള മാളത്തിൽ ദിവസങ്ങളോളം ചെന്ന് ഇരിക്കുമായിരുന്നു.
വിശാലമായ ചരിത്രമാണ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. സമൂഹത്തിൻ്റെ അടുത്തിൽ തെറ്റിൽ കൂടാൻ കഴിയാതെ ചിലപ്പോൾ നമ്മുടെ മനസ്സുകളിലൊക്കെ ഇങ്ങനത്തെ അനുഭവങ്ങൾ ചിലപ്പോൾ തോന്നും. ആളുകൾ ഈ വൃത്തികേട് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ഇരിക്കാൻ തോന്നാത്തൊരവസ്ഥ. എന്ത് ചെയ്യും? അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലിന് ഇങ്ങനെ അവിടെ പോയി ആഴ്ചകളോളം ദിവസങ്ങളോളം ഇരിക്കുമ്പോൾ അതിലുള്ള ഭക്ഷണങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് പറഞ്ഞയക്കുമായിരുന്നു. പോകാൻ അവിടെ പോയി ഇരിക്കാൻ തോന്നുന്ന താല്പര്യം തോന്നും. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ വന്നുകൊണ്ട് ഇഖ്റ എന്ന് പറയാണ്, പാരായണം ചെയ്യാൻ, വായിക്കാൻ വേണ്ടി പറയാണ്. എനിക്കറിയുകയില്ല എന്ന് പറഞ്ഞു. 2-3 പ്രാവശ്യം അത് പറഞ്ഞു. അങ്ങനെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന ആ സൂറത്തിൻ്റെ ആരംഭം പാരായണം ചെയ്തു കൊടുത്തുകൊണ്ട് അങ്ങനെയാണ് വഹ്യ് വരുന്നതിൻ്റെ ആരംഭം. അത് പിന്നെ യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻസിർ വറബ്ബക ഫകബ്ബിർ എന്ന് പറയുന്ന സൂറത്തുൽ മുദ്ദസ്സിറുള്ള ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് പരസ്യമായി ദഅവത്ത് ചെയ്യാൻ വേണ്ടി കൽപ്പന. റസൂലാകുക എന്നുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് നബിയായിരുന്നു, അള്ളാഹുവിൻ്റെ വഹ്യ് വന്നിരുന്നു. പക്ഷെ പരസ്യമായി ദഅവത്തുമായി സമൂഹത്തിൽ ഇറങ്ങണം എന്ന് പറയുന്ന നിർബന്ധമായ ബാധ്യത ഉത്തരവാദിത്വവുമായി അള്ളാഹു റസൂലിനോട് കൽപ്പിക്കുന്നത് യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതപ്പുമൂടി വീട്ടിൻ്റെ ഉള്ളിൽ കഴിച്ചു കൂട്ടുന്ന ആളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ഖും ഫഅൻസിർ, വീട്ടിൽ നിന്ന് പോയിട്ട് ജനങ്ങളെ അള്ളാഹുവിൻ്റെ ശിക്ഷയെ താക്കീത് നൽകുക, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞ് ആയത്തുകൾ അങ്ങനെയാണ് ഉണ്ടായത്. 10 ചില്ലാനം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ കഴിച്ചുകൂട്ടി ദഅവത്തുമായിട്ട്. 10 ചില്ലാനം വർഷം. കഅബ ഷരീഫിൻ്റെ ഉള്ളിലും പുറത്തും ധാരാളം വിഗ്രഹങ്ങളുണ്ടായിരുന്നു. ആളുകൾ അവിടെ വെച്ച് ഈ വിഗ്രഹാരാധന നടത്തുകയും ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണ്, പ്രവാചകനാണ്. അള്ളാഹുവിൻ്റെ സഹായത്തിന് ഏത് സമയത്തും അർഹതയുള്ള ആളാണ്. വളരെ ഗൗരവത്തോടു കൂടെ ഈ പാഠം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ 10 ചില്ലാനം 13ഓളം വർഷക്കാലം മക്കയിൽ കഴിച്ചു കൂട്ടുമ്പോൾ കഅബ ഷരീഫിൻ്റെ ഉള്ളിലും പുറത്തും വിഗ്രഹങ്ങളുണ്ട്. 300 ചില്ലാനം വിഗ്രഹങ്ങൾ. ആളുകൾ ഇതിനെ ആരാധിക്കുന്നു. തെറ്റായ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നു. പ്രവാചകനോ തൻ്റെ അനുയായികളോ എന്തെങ്കിലും ഒരു പ്രകടനോ എന്തെങ്കിലും ഒരു പ്രകോപനോ എന്തെങ്കിലും ഒരു എതിർപ്പുകളോ കാണിക്കാതെ പൂർണ്ണമായ ക്ഷമ അവലംബിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിച്ചു എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട നിസ്കാരം, നോമ്പടക്കമുള്ളതൊന്നും ആ സമയത്ത് നിർബന്ധമാക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ഏകദേശം 10 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നിസ്കാരം തന്നെ നിർബന്ധമാക്കുന്നത്. അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലയിലേക്ക് ആളുകളെ ക്ഷണിച്ചു എന്നുള്ളതാണ്. നമ്മളൊക്കെ ആണെങ്കിൽ 2 ദിവസം ദഅവത്ത് നടത്തി 3-ാമത്തെ ദിവസം നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ കാണുന്നില്ലെങ്കിൽ മാനസികമായിട്ട് നമ്മൾ അസ്വസ്ഥരാകും. പലപ്പോഴും ഗസയിലൊക്കെ ഇന്ന് നടക്കുന്ന ദുരിതപൂർണമായ അവസ്ഥകൾ മുസ്ലിമീങ്ങൾ കാണിക്കുന്നു. പ്രവാചകൻ്റെ ഈ മാർഗനിർദ്ദേശങ്ങൾ അത് മാതൃകയാക്കുകയാണെങ്കിൽ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകും. അള്ളാഹു സഹായം നമുക്ക് ഭംഗിയായ സഹായങ്ങൾ അവൻ ഉദ്ദേശിക്കുമ്പോൾ നൽകുകയും ചെയ്യും. ഇതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും ശക്തമായൊരു പാഠമാണ്. നമുക്ക് ഏത് പ്രതികൂലമായ സാഹചര്യമാണെങ്കിലും ക്ഷമയോടെ അള്ളാഹുവിൻ്റെ ദീൻ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ദഅവത്തുമായി ഇബാദത്തുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. നമ്മൾ പ്രകോപനത്തിലേക്ക് പോകരുതേ. ആളുകൾ നമ്മളെ പ്രകോപിപ്പിക്കുകയാണെങ്കിൽ നമ്മളതിന് വശംവദരാവരുതേ. വളരെ ഗൗരവത്തോടെ ഈ കാര്യം ശ്രദ്ധിക്കണം. പ്രവാചകൻ 10 ചില്ലാനം കൊല്ലം തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അതിൻ്റെ ശേഷം പിന്നെ മിഅ്റാജ് ആകാശത്തിലേക്ക് ഉയർത്തപ്പെടുകയും 5 വക്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമാക്കുകയും ചെയ്തു. വിശാലമാണ് ഈ കാര്യങ്ങളൊക്കെ ചുരുക്കിയാൻ പറയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം വിവാഹം കഴിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഖദീജ റളിയല്ലാഹു അൻഹ മക്കയിലുള്ള സമ്പന്നയായിരുന്നു. കച്ചവടം ചെയ്യുന്നൊരു വനിതയായിരുന്നു. യുവാക്കൾക്ക് കാശ് കൊടുത്തിട്ട് ഷാമിലേക്കും യമനിലേക്കും കച്ചവടത്തിന് പറഞ്ഞയക്കും. ഇതായിരുന്നു. അങ്ങനെ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് തൊഴിലാളികളായ യുവാക്കൾക്ക് കൊടുക്കും. അവരും അതിൻ്റെ ലാഭവിഹിതം അവർ എടുക്കുകയും ചെയ്യും. സമ്പന്നയായിരുന്നു. ആ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും തൻ്റെ പിതൃവനായ അബൂ ത്വാലിബ് ഈ യുവാക്കളെ കൂടെ ഒരു ബിസിനസ്സിന് പോകാൻ, തൊഴിലെടുക്കുക യുവാക്കൾ സ്വാഭാവികമായിട്ടും സ്വയം പര്യാപ്തരാവാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അവരിൽ നിന്ന് കാശ് വാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷാമിലേക്ക് കച്ചവടത്തിന് പോവുകയും ചെയ്തു. അങ്ങനെ കച്ചവടത്തിന് പോകുന്ന സമയത്ത് സത്യസന്ധതയും സിദ്ഖും അമാനത്തും വിശ്വസ്തതയുമുള്ള ഈ യുവാവ് വലിയ ലാഭവുമായിട്ട് ഖദീജയുടെ മുന്നിലേക്ക് വരികയാണ്. അപ്പോൾ പ്രവാചകൻ്റെ മറ്റ് യുവാക്കളിൽ നിന്ന് മാറി ഈ പ്രവാചകനായ ഈ പറയുന്ന യുവാവിൻ്റെ സ്വഭാവ, അതിൻ്റെ ആകൃഷ്ടത, അതിൻ്റെ നന്മ, വിശ്വസ്തത, സത്യസന്ധത ഖദീജ റളിയല്ലാഹു അൻഹയെ ആകർഷിച്ചു എന്നുള്ളതാണ്. 25ാമത്തെ വയസ്സിൽ 40 വയസ്സുള്ള വിവാഹം ചെയ്ത് കുട്ടികളുണ്ടായിരുന്ന വിവാഹമോചിതയായ സ്ത്രീയെ ഖദീജയാണ് റസൂൽ വിവാഹം കഴിക്കുന്നത്. റസൂൽ 25ാമത്തെ വയസ്സ്, ഒരു പുരുഷൻ്റെ ഏറ്റവും ചോരത്തളപ്പിൻ്റെ കിടുകിടുത്ത ഏറ്റവും നല്ല യുവത്വത്തിൻ്റെ പ്രസരിപ്പിൻ്റെ സമയം 25 വയസ്സ്. അറിയപ്പെട്ട കുടുംബത്തിലുള്ള ആളാണ്. മാതാപിതാക്കൾ മരിച്ചു എന്നുള്ളത് ശരിയാണെങ്കിൽ സമൂഹത്തിൽ നല്ല ബഹുമാനം ആദരവുമുള്ള യുവാവായിരുന്നു. അദ്ദേഹത്തിന് കന്യകമാരെ കിട്ടുകയില്ലായിരുന്നോ? സമ്പത്തുള്ള കുടുംബത്തിൽ നിന്ന് ഭാര്യമാരെ കിട്ടൂലായിരുന്നോ? കിട്ടുമായിരുന്നു. ആ സമൂഹത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. എല്ലാം കൊണ്ടും, അഴക് കൊണ്ടും
സൗന്ദര്യം കൊണ്ടും കുടുംബ പാരമ്പര്യം കൊണ്ടും കിട്ടുമായിരുന്നു, കഴിവ് കൊണ്ടും സമ്പത്ത് കൊണ്ടും തൊഴിൽ കൊണ്ടും കിട്ടുമായിരുന്നു. പക്ഷേ അദ്ദേഹം വിവാഹം കഴിക്കുന്നത് 40 വയസ്സായ കുട്ടികളുണ്ടായിരുന്ന വിവാഹമോചിതയായ ഖദീജ റളിയല്ലാഹു അൻഹ. ശത്രുക്കൾ എന്ന് പ്രവാചകനെ കുറിച്ച് പറയുന്നത് സ്ത്രീലമ്പടനാണ്, ആ കാര്യത്തിൽ വലിയ താല്പര്യക്കാരനാണ്. ഈ പറയുന്ന ഒരൊറ്റ ചരിത്രം കൊണ്ട് നമുക്ക് അവർക്കും അവരുടെ വായടക്കാൻ കഴിയും. ഈ ഒരൊറ്റ കാര്യത്തിൽ കൂടി ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് 40 വയസ്സാണ്. അവർ പ്രവാചകൻ വിവാഹം അന്വേഷിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അവരെ വിവാഹം കഴിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹയെ അവർ വഫാത്താകുന്നത് വരെ, മരിക്കുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പെണ്ണിനെ, ഒരു സ്ത്രീ വിവാഹം കഴിച്ചിട്ടില്ല താനും. റസൂല് ഒരുപാട് സ്ത്രീകളിൽ ആകർഷണമുള്ളൊരു വ്യക്തിയാണെങ്കിൽ വീണ്ടും വീണ്ടും അത് ചെയ്യുമായിരുന്നു, ഒരിക്കലുമില്ല. ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായതിൻ്റെ ശേഷം കുട്ടികളുണ്ട് പ്രവാചകന്. ആ കുട്ടികളുടെ സംരക്ഷണാർത്ഥം സൗദ എന്ന് പറയുന്ന മറ്റ് വിവാഹമോചിതയായ മറ്റൊരു സ്ത്രീയെയാണ് പിന്നെ വിവാഹം കഴിക്കുന്നത്. വലിയ സൗന്ദര്യം വേണ്ടതുപോലെ പറയാൻ പറ്റാത്ത സൗദ റളിയല്ലാഹു അൻഹയെയാണ് പിന്നീട് വിവാഹം കഴിക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ പ്രവാചകന്റെ ദഅവത്തിന്റെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ വിവാഹം കഴിച്ചത്. ഈ പറയുന്ന സ്ഥലത്ത് ശത്രുക്കൾ പ്രവാചകനെ കുറിച്ച് പറയുന്ന കാര്യത്തിൽ നമുക്ക് പറയാം, ഖദീജ റളിയല്ലാഹു അൻഹ വിവാഹമോചിതയാണ്. തയ്യിബ് എന്ന അറബിയിൽ പറയുന്ന, കന്യകയല്ല. സൗദ റളിയല്ലാഹു അൻഹ തയ്യിബാണ്, കന്യകയല്ല. അവരെ വിവാഹം കഴിച്ചു കുട്ടികളെ പോറ്റാൻ വേണ്ടി. പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹുവിൻ്റെ കന്യകയായിരുന്നു, ചെറിയ പ്രായത്തിലായിരുന്നു. ശൈശവിവാഹം എന്ന് പറഞ്ഞ് ശത്രുക്കൾ പലപ്പോഴും പറഞ്ഞ് പ്രചരിപ്പിക്കലുണ്ട്. നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്, ആയിഷ റളിയല്ലാഹു അൻഹയെ പറയുന്ന ചെറിയ കുട്ടിയാകുന്ന സമയത്ത് വിവാഹം കഴിച്ച ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഭർത്താവായ പ്രവാചകനെ കുറിച്ചൊരു പരാതി അവർക്ക് പറയാനില്ല. സുബ്ഹാനല്ലാഹ്. അവരഭിമാനത്തോടു കൂടെ സമൂഹത്തിൽ തല ഉയർത്തിപ്പിടിച്ചത് പറയുന്നവരായിരുന്നു. അവരുടെ ഹദീസുകളും സംഭവങ്ങളും അനുഭവങ്ങളും നമുക്ക് കേൾക്കാം. ഈ ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടിക്ക് പ്രായം ചെന്ന ഭർത്താവ് നൽകി ഒരു പരാതിയും പിതാവിനോടില്ല, സമൂഹത്തിനോടില്ല, അവരുടെ ജീവിതത്തിലില്ല. അവർ സന്തോഷത്തോടെ മനം നിറഞ്ഞ് ജീവിച്ച ഒരു വനിതയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. ഒരു കാര്യം. മറ്റൊരു കാര്യം ആയിഷ റളിയല്ലാഹു അൻഹ ഈ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ച പ്രവാചകനെ ആ സമൂഹത്തിൽപ്പെട്ട ഒരാളും വിമർശിച്ചിട്ടില്ല എന്നുള്ളതാണ്. മിത്രങ്ങൾ വിമർശിച്ചിട്ടില്ല, ശത്രുക്കൾ വിമർശിച്ചിട്ടില്ല. മുഹമ്മദ് കണ്ടോ, ചെറിയ പെൺകുട്ടിനെ വിവാഹം കഴിച്ചു, എന്തൊരു സ്ത്രീലമ്പടൻ. ഇന്നത്തെ ശത്രുക്കൾ പറയുന്ന വാക്ക് ഒരാളും എന്ന് പറഞ്ഞിട്ടില്ല. ആ സമൂഹത്തിൽ, അതിൻ്റെ മുമ്പ് ലോക സമൂഹത്തിൽ ചെറിയ പ്രായത്തിൽ പെൺകുട്ടികളെ വിവാഹം കഴിക്കുക എന്ന് പറയും സർവ്വസാധാരണമായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ ശത്രുക്കൾ ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിൻ്റെ 10-15 വർഷം മുമ്പ് പരിശോധിച്ച് നോക്കിയാൽ ഇവിടെയുള്ള ഉയർന്ന രാഷ്ട്രീയക്കാരും സമ്പന്നരുമായ മറ്റ് മതക്കാരിൽപ്പെട്ട ആളുകൾ അവരുടെ പെൺകുട്ടികളെ ഈ പറയുന്ന 14-ാമത്തെ വയസ്സിലും 13-ാമത്തെ വയസ്സിലും വിവാഹം കഴിച്ചു കൊടുത്ത് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. നമ്മുടെ നാട്ടിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ മാതാവിനെ കുറിച്ച് പറയപ്പെടുന്നത് 14-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു എന്നുള്ളതാണ്. 14-ാമത്തെ വയസ്സിൽ വിവാഹിതയായി പോയിട്ടുണ്ട്. മറ്റുള്ള മതക്കാരിൽ ഇതുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്. സമൂഹങ്ങളിൽ ആരും ഈ പ്രായത്തിൽ പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നത് വിമർശിക്കപ്പെട്ട കാര്യമേ അല്ലായിരുന്നു. ആരും ഈ പ്രവാചകൻ അതിൻ്റെ പേരെ വിമർശിച്ചിട്ടില്ല താരം. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വിവാഹം കഴിച്ചത്. മറ്റൊന്ന്, പ്രവാചകൻ ഒരുപാട് സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ കഴിച്ച ഓരോ സ്ത്രീകളെയും പരിശോധിച്ച് നോക്കിയാൽ അവർ 1-2 പ്രാവശ്യം വിവാഹം കഴിച്ച് ഭർത്താവ് മരിച്ചതോ വിവാഹമോചിതരോ ആയ സ്ത്രീകളാണ്, കുട്ടികളുള്ളവരായിരുന്നു. ഈ ഒരൊറ്റ സ്ത്രീ മാത്രമേ ബിക്ർ, കന്യക എന്നുള്ള നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചിട്ടുള്ളൂ. പിന്നെ 1-ൽ കൂടുതൽ സ്ത്രീകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചു. അതും ഈ പറഞ്ഞതുപോലെ ലോക ചരിത്രത്തിൽ അതിൻ്റെ മുമ്പുള്ള ആ കാലഘട്ടത്തിൽ പരിശോധിച്ച് നോക്കിയാൽ 1-ൽ കൂടുതൽ സ്ത്രീകളെ വിവാഹം കഴിക്കുക എന്നുള്ളത് ലോക ചരിത്രത്തിൽ മനുഷ്യരുടെ ഇടയിൽ സർവ്വസാധാരണമായ കാര്യമായിരുന്നു. ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറോവമാരിൽപ്പെട്ട ചില ആളുകൾക്ക് 8-10 ഭാര്യമാരുണ്ടായിരുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിന് ഉപദ്രവിച്ച് അന്നത്തെ ഭരണം നടത്തുന്ന റംസീസ് എന്ന് പറയുന്ന ഫറോവ, അവന് 150-ൽ ചില്ലാനും മക്കളുണ്ടായിരുന്നു. 150-ൽ ചില്ലാനും മക്കൾ, ആൺകുട്ടികളും പെൺകുട്ടികളും, 8-10 ഭാര്യമാരിലായിട്ട്. ആ കുട്ടികളുടെയും ഭാര്യമാരുടെയും പേരുകൾ ഇന്ന് ഈജിപ്തിൽ ചെന്നാൽ അവരുടെ ചില പിരമിഡുകളിലും അവരുടെ ആരാധനാലയങ്ങളുടെ ചുമരുകളിൽ കൊത്തിവെച്ചത് ഇന്നും ചരിത്രകാരന്മാർ ഇന്നും അവിടെ പോയി നോക്കുന്ന ആളുകൾക്ക് അത് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. കൂടുതൽ കുട്ടികളുണ്ടായി, കൂടുതൽ ഭാര്യമാരുണ്ടായി, അതൊരു അഭിമാന വിഷയമായിരുന്നു. എന്ന് മാത്രമല്ല, ദീനുൽ ഇസ്ലാം വന്നതിൻ്റെ ശേഷം, ഈ പ്രവാചകൻ്റെ അധ്യാപനങ്ങളുടെ ശേഷം സ്ത്രീകൾക്കുണ്ടായി ആദരവും ബഹുമാനവും. അതിൻ്റെ മുമ്പ് ഈ സമൂഹങ്ങൾ ആരും സ്ത്രീകൾക്ക് വകവെച്ച് കൊടുത്തിട്ടേ ഇല്ല. പുരുഷന്മാർ അവരുടെ സുഖത്തിന് വേണ്ടി, അവരുടെ ആവശ്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നൊരു വിഭാഗം ആളുകളായിരുന്നു സ്ത്രീകൾ. ദുരുപയോഗം ചെയ്യുന്ന,
മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ ഒരു മൃഗത്തിന് അറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ നല്ല വശങ്ങൾ മുഴുവനും പുരുഷന്മാർക്ക് മാത്രമായിരുന്നു അവർ നീക്കിവെച്ചത്. സ്ത്രീകൾക്കാർക്കും വേണ്ടാത്ത അവശിഷ്ടങ്ങളും മറ്റുള്ള കാര്യങ്ങൾ. പെൺകുട്ടികളുണ്ടെങ്കിൽ ജീവനോടെ കൊല്ലുന്നവരായിരുന്നു. ഇന്ന് സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി മത്സരിക്കുന്ന നമ്മുടെ നാട്ടിൽ ഓരോ വർഷത്തിലും ഭ്രൂണഹത്യ എന്ന് പറഞ്ഞ് ഗർഭാശയത്തിലുള്ളത് പെൺകുട്ടിയാണ് എന്ന് പരിശോധിച്ച് നോക്കി, ഉപകരണങ്ങൾ വെച്ച് പരിശോധിച്ച് നോക്കിയിട്ട് ലക്ഷങ്ങളാണ് കൊന്നു തള്ളുന്നത് സഹോദരങ്ങളെ, ലക്ഷങ്ങൾ പെൺകുട്ടികളെ. ഇത് പത്രങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഈ വാർത്തകൾ വായിച്ചിട്ടുണ്ടാകും, ഈ സത്യങ്ങൾ. സ്ത്രീകളുടെ കാര്യം അവകാശങ്ങളും പറയുന്ന ആളുകൾ. ചുരുക്കത്തിൽ സ്ത്രീകൾ ഒന്നിൽ കൂടെ ഞാൻ ഈ പറയുന്ന സഹോദരിമാർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയൽ, അള്ളാഹുവിൻ്റെ റസൂലിനെ ശത്രുക്കൾ പരാമർശിച്ച് വിമർശിക്കുന്ന കാര്യത്തിന് മറുപടി എന്നുള്ള നിനക്ക് പറയാണ്. ദീനുൽ ഇസ്ലാമിൽ ഒന്നിൽ കൂടുതൽ ഒരാൾ വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചില നിയമങ്ങളുണ്ട്, അതിന് ചില നിയമസംഹിതകളുണ്ട്, കൃത്യമായ ചില അധ്യാപനങ്ങളുണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ടേ ഒരാൾക്ക് ആ പറയുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ പാടുള്ളൂ. വാക്കിലോ നോക്കിലോ പെരുമാറ്റത്തിലോ അനീതിപരമായിട്ടോ ഏതെങ്കിലും കാര്യങ്ങൾ വീഴ്ചകൾ ഉണ്ടായാൽ അതൊക്കെ വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ് അവർക്ക്. ഖിയാമത്ത് നാളിൽ അതിനൊക്കെ അവർ മറുപടി പറയേണ്ടി വരും. പ്രവാചകന്റെ ഈ കാര്യത്തിൽ നോക്കി നിങ്ങൾ, ലം യബ്തകിറിൽ ഇസ്ലാമു നിളാമത്ത അദ്ദുദ്, ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുക എന്നുള്ള ദീനുൽ ഇസ്ലാം കൊണ്ടുവന്ന ഒരു നിയമമല്ല. ഫസാബിത്തു താരീഖിയൻ, ചരിത്രപരമായിട്ട് സ്ഥിരപ്പെട്ടത്, അന്ന തഅദ്ദുദ സൗജാതി ളാഹിറത്തുൻ അറഫത്തുൽ ബശരിയത്തു മുൻദു ഖിദമിൽ ഉസൂർ, പഴയ കാലത്ത് പൗരാണിക കാലം മുതൽ തന്നെ ഒന്നിൽ കൂടുതൽ ഭാര്യമാരൊരു പുരുഷനുണ്ടാകുക എന്ന് പറയുന്ന അറിയപ്പെട്ട സംഭവങ്ങളാണ്. ഇന്നും ആഫ്രിക്കയിലൊക്കെ ചെന്ന് നോക്കിയാൽ നമുക്ക് സുലഭമായിട്ട് അത് കാണുന്ന കാര്യങ്ങളാണ്. ചൈനയിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, അവിടെ ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സംഭവങ്ങളുള്ളതാണ്. കാനത്തിൽ ലാഹിറത്തു മുൻതശിറത്തിൻ ബൈനൽ ഫറായിന, ഫറോമാരുടെ ഇടയിൽ പരസ്യമായി നടക്കുന്ന കാര്യമായിരുന്നു. ആ മനുഷ്യന് ഞാൻ ഈ പറഞ്ഞതുപോലെ 150ഓളം മക്കൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടായിരുന്നു. സാമൂഹിക ചരിത്രകാരന്മാർ, അതേപോലെ പണ്ഡിതന്മാർ, ഈ വിഷയങ്ങൾ പഠിച്ച ആളുകൾ, സമൂഹത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇത് അറിയപ്പെട്ട സംഭവമായിരുന്നു എന്നവർ പറയുന്നു. അത്തഅദ്ദുദു കാന മഅറൂഫൻ ഫീ ജമീഇൽ ബൈആത്തി ഖബലിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ മുമ്പുള്ള സമൂഹങ്ങൾ മുഴുവനും ഒന്നിൽ കൂടുതൽ ഒരു പുരുഷന് ഭാര്യമാരുണ്ടാകുക എന്ന് പറയുന്ന കാര്യം അറിയപ്പെട്ടതായിരുന്നു. അതല്ലാതെ ദീനുൽ ഇസ്ലാം ഏറ്റവും ആദ്യം ഇങ്ങനെ ഒന്ന് കൊണ്ടുവന്നതല്ല. സാമൂഹികമായി ഈ സംഭവം ഗ്രീക്കുകാരുടെ ഇടയിൽ അറിയപ്പെട്ടതായിരുന്നു, റോമക്കാരുടെ ഇടയിലും, അതേപോലെ ബാബിലോണിയ, ഇറാഖിലുള്ള ജീവിച്ചിരുന്ന സമൂഹങ്ങൾ ബാബിലോണിയക്കാർ, വൽ ഹിന്ദൂസ്, ഇന്ത്യയിൽ പരസ്യമായി അറിയപ്പെട്ട കാര്യമായിരുന്നു ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടാവുക എന്ന് പറയുന്നത്, ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടാവുന്നത്. വ ഖുദാമൽ മസ്രിയീൻ, പഴയ കാലത്തുള്ള ഈജിപ്ഷ്യന്മാരുടെ ഇടയിൽ അറിയപ്പെട്ടതായിരുന്നു. അതേപോലെ തന്നെ മധ്യകാലഘട്ടത്തിലുള്ള യൂറോപ്യന്മാരുടെ ഇടയിൽ ഇത് പരസ്യമായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ പരസ്യമായത് വിമർശിക്കുന്ന പല ആളുകളുമുണ്ട്. ദീനുൽ ഇസ്ലാം ഇങ്ങനെ, പ്രവാചകൻ ഇങ്ങനെ, അവരൊക്കെ പരസ്യമായി അറിയപ്പെട്ട ഒരു ഭാര്യ ഉണ്ടാകും, അറിയാതെ ഒരുപാട് ഭാര്യമാരുണ്ടാകും. പിന്നീട് പത്രങ്ങളിലും വാർത്തകളിലും ഇത് വരുമ്പോഴേ സാധാരണ ആളുകൾ ഇത് അറിയുള്ളൂ എന്ന് മാത്രം. ദീനുൽ ഇസ്ലാം ഹലാലായ നിലക്ക്, നീതിയുക്തമായ നിലക്ക് ഈ സഹോദരിമാരെ കാര്യങ്ങൾ, കൃത്യമായ ഹക്കുകളും അവരുടെ അവകാശങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇത് അനുവദിച്ചു എന്നുള്ളത്. അതിൽ സ്ത്രീകൾക്ക് നന്മയുണ്ട് താനും. അതിൽ അവരെ ആക്രമിക്കലോ അതല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കലോ ഒന്നുമല്ല. ഈ പറയുന്ന വൃത്തികേട്, വിചാരങ്ങളും മറ്റുള്ള വൃത്തികേടുകളും അനാഥരായ സ്ത്രീകളുടെ നഷ്ടപ്പെടുന്ന ഇതിനൊക്കെ പരിഹാരം എന്ന നിലക്ക് ദീനുൽ ഇസ്ലാം ഇത് ചെയ്തു എന്നുള്ളത്. ഇനി നോക്കി നിങ്ങൾ, ഇന്ന് ജൂതന്മാർ, നസാറാക്കൾ മുസ്ലിമീങ്ങളെ, പ്രവാചകനെ ഒരു 11 ഭാര്യമാർ, 9 ഭാര്യമാർ, അതിൻ്റെ മേലെ വിമർശിക്കുന്ന, നമ്മളെല്ലാവരും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒരു ചരിത്രം, ജൂതന്മാർ അംഗീകരിക്കുന്ന, നസാറാക്കൾ അംഗീകരിക്കുന്ന മഹാനായ പ്രവാചകനാണല്ലോ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തിനെ കുറിച്ച് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു, ലഅതൂഫന്ന ലൈലത അലാ മിഅത്തി ഇംറഅ, ഇന്നത്തെ രാത്രി ഞാൻ എൻ്റെ 10 ഭാര്യമാരുടെ അടുത്ത് കൂടി ഒന്ന് കറങ്ങും. രാത്രി സമയത്ത് അവരെ ലൈംഗികമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഒരു പുരുഷൻ 100 ഭാര്യമാർ, അലാ മിഅത്തി ഇംറഅ, 100 ഭാര്യമാർ, അവരുടെ അടുത്ത് കൂടി ഞാൻ ഇന്നത്തെ രാത്രി ഒന്ന് കറങ്ങും, എല്ലാവരെയും ഒന്ന് ലൈംഗികമായി ഞാൻ സമീപിക്കും. എന്നിട്ട് 99 എന്നുണ്ട്, അതെല്ലാം 100 എന്നുണ്ട്. കുല്ലുഹുന്ന യഅതി ബിഫാരിസിൻ യുജാഹിദു ഫീ സബീലില്ലാ, എല്ലാവരും ഗർഭം ധരിക്കും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ഓരോ കുട്ടികൾ എനിക്കതിലുണ്ടാവും ചെയ്യും. ഇതാണ് ആഗ്രഹം, ഇതാണ് ആവശ്യം. എത്ര ഭാര്യമാരാണ്? 100 ഭാര്യമാർ, അല്ല 99, ഒന്ന് കുറവാണെങ്കിൽ. ഇന്നത്തെ രാത്രി ഞാൻ എല്ലാവരെയും സമീപിച്ചിട്ട് എല്ലാവരും ലൈംഗികമായി ബന്ധപ്പെട്ട് ഗർഭം ധരിച്ച് അതിൽ 100 കുട്ടികൾ, ആൺകുട്ടികൾ ജനിച്ച് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരായി വരും. ഈ ആഗ്രഹം, ലക്ഷ്യം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിനോട് ഇൻഷാ അല്ലാ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ ഈ ഭാര്യമാരിൽപ്പെട്ട ഒരു സ്ത്രീ മാത്രമാണ് ഗർഭം ധരിച്ചത്. അതന്നെ ഒരു പകുതി കുഞ്ഞ് പൂർണ്ണമായി ഇല്ലാത്ത ഒരു ചാപ്പിള്ള എന്ന് പറയാൻ പറ്റുന്ന ഒരു കുഞ്ഞാണ് ഗർഭം ധരിച്ച് പ്രസവിച്ചത്. വേറെ ആരും ഗർഭം ധരിച്ചതേ അല്ല. എത്ര ഭാര്യമാരാണ് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്? ഇത് ഭാര്യമാർ മാത്രം, അടിമ സ്ത്രീകൾ വേറെയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്ന ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സ്വാദിൽ പറയുന്നൊരു വാക്ക്, അദ്ദേഹം ഒരു ദിവസം ഇബാദത്തിൽ പള്ളിയിലിരിക്കുന്ന സമയത്ത് 2 ആളുകൾ മതിൽ ചാടിയിട്ടിട്ട് വന്നു. വന്നിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു പരാതി ഉണ്ട്, നിങ്ങളതൊന്ന് കേൾക്കണം. എന്താ നിങ്ങളെ പരാതി? അദ്ദേഹം ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം നല്ല സമർത്ഥനായ നീതിയുക്തമായ ആളുകളുടെ ഇടയിൽ വിധി കൽപ്പിക്കുന്ന ഭരണാധികാരിയായിരുന്നു. എന്താണ് നിങ്ങളുടെ പരാതി? അതിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ഇന്ന ഹാദാ അഖി ലഹു 99 നാജ വലിയ നാജത്തുൻ വാഹിദ. ഇതെൻ്റെ സഹോദരനാണ്. ഒരാൾ മറ്റാളെ കുറിച്ച് പറയാം, എൻ്റെ സഹോദരൻ. അവന് 99 ഭാര്യമാരുണ്ട്, എനിക്കാകെ ഒരൊറ്റ ഭാര്യയുള്ളത്. അവൻ്റെ ആവശ്യം എൻ്റെ ഈ ഭാര്യനെ ഞാൻ ഒഴിവാക്കിയിട്ട് അവളെയും കൂടി അവന് കിട്ടണം എന്നുള്ളതാണ്. മലക്കുകളാണ് വന്നത്, മനുഷ്യരൂപത്തിലാണ് വന്നത്. ദാവൂദ് നബിൻ്റെ അടുത്ത് എന്തോ പറ്റിയ ഒരു പിഴവ് തിരുത്താൻ അള്ളാഹു സ്വീകരിച്ച രീതിയായിരുന്നത്. 99 ഭാര്യമാരുണ്ട് അവന്, എനിക്ക് ഒന്നുള്ളൂ. എൻ്റെ ഒന്നിനും കൂടി ഒഴിവാക്കിയിട്ട് അതും കൂടി അവന് കിട്ടണം. ഇതാണ് അവൻ്റെ പണി. ദാവൂദിന് പറഞ്ഞ ഒരിക്കലും അത് നീതിയുക്തമായൊരു സമീപനമല്ല. ഇവർ വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ അനീതിയുടെ ഈ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് മനസ്സിലായി, അള്ളാഹ് എന്നെ പരീക്ഷിക്കാൻ വേണ്ടി, എന്നെ തിരുത്താൻ വേണ്ടി പറഞ്ഞയച്ചതാണ് എന്ന് മനസ്സിലായി. സുജൂദ് ചെയ്തു അള്ളാഹുവിലേക്ക്, പശ്ചാത്തപിച്ച് മടങ്ങി. അദ്ദേഹത്തിൻ്റെ തെറ്റ് അദ്ദേഹം മനസ്സിലാക്കിയെടുത്തു. എന്താ നമ്മളിത് മനസ്സിലാക്കുന്നത്? 99 ഭാര്യമാരും ഒരാൾക്കുണ്ട്, ദാവൂദ് നബിക്ക്. ഇത് ഭാര്യമാരായിട്ടുള്ള, പിന്നെ അടിമ സ്ത്രീകൾ അതിൻ്റെ പുറമെ വേറെയുണ്ട്. ഇന്ന് നമ്മൾ ഈ മുസ്ലിമങ്ങളല്ലാത്ത ഹിന്ദുക്കളായ ആളുകൾ അവർ ആഘോഷിച്ച് ബഹുമാന ആദരവുള്ള അവരുടെ ഒരു വ്യക്തിനെ കുറിച്ച് പറയേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ആഘോഷം കൊണ്ടാടിയിട്ടുണ്ട്. അവിടെ ആ വ്യക്തിയെക്കുറിച്ച് അവർ തന്നെ പറയുന്നത് എത്ര ഭാര്യമാരുണ്ടേനോ എന്നുള്ളതാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് എത്ര ഭാര്യമാരുണ്ടെന്ന് അവർ പറയുന്നത് ചോദിച്ചു നോക്കി നിങ്ങൾ അവരോട്. അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിന് വെറുതെ ഇല്ലാതെ ആരോപണങ്ങൾ പറഞ്ഞ് ഒരു കാരണമില്ലാതെ ശത്രുക്കൾ പറയുക, അതിൽ മുസ്ലിമീങ്ങളാണ് അല്ലെങ്കിൽ നാമധാരികളായ മറ്റുള്ളവരാണ് എന്ന് പറഞ്ഞ് നമ്മളതിൽ ബേജാറാകെ പേടിക്കുക എന്നുള്ളതല്ലാതെ അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്ത ഓരോ വിവാഹങ്ങളും പരിശോധിച്ച് നോക്കിയാൽ അത് ഒരു കുടുംബത്തിനെ ഇണക്കിയെടുക്കാനോ, അതല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ആദർശവുമായിട്ട് അവരെ ദീനുൽ ഇസ്ലാമിലേക്ക് അടുപ്പിക്കാനോ, അതല്ലെങ്കിൽ ആരും സഹായിക്കാനും സംരക്ഷിക്കാനുമില്ലാതെ നിസ്സഹായർ 100% നിസ്സഹായരായി നിൽക്കുന്ന സ്ത്രീകൾക്ക് അഭയം കൊടുത്തതോ, ഇതൊക്കെയാണ് ചരിത്രങ്ങൾ. അബൂ സുഫിയാൻ്റെ മകളുണ്ടായ ജുവൈരിയ റളിയല്ലാഹു അൻഹയെ, അവർ അബൂ സുഫിയാൻ റസൂലിൻ്റെ ഏറ്റവും ബദ്ധവൈരിയായ ശത്രുവായിരുന്നു. ഈ പറയുന്ന മകളും ആ മകളുടെ ഭർത്താവും ഇസ്ലാമിലേക്ക് വന്നു. മക്കയിൽ ഗത്യന്തരമില്ലാതെ അവർ ഹബശയിലേക്ക് ഹിജറ പോയി. ഹബശയിൽ ചെന്ന സമയത്ത് അവരുടെ ഭർത്താവ് അവിടെ വെച്ച് നസാറ മതം സ്വീകരിച്ചു, ക്രിസ്തു മതം സ്വീകരിച്ചു. എന്തായിരിക്കും ആ സ്ത്രീയുടെ അവസ്ഥ? ഭർത്താവ് വേറെ മതത്തിലേക്ക് പോയി, ഇവർ ഇസ്ലാമിൽ ഉറച്ചു നിന്നു. ഉമ്മു ഹബീബെ ജുബൈരിയെ അവരുടെ പേര്. നാട്ടിൽ തിരിച്ചു വന്നാൽ പിതാവും സഹോദരന്മാരും ഷിർക്കിൻ്റെ വക്താക്കൾ, ശത്രുക്കൾ. ഭർത്താവ് നഷ്ടപ്പെട്ടും ചെയ്തു. ഇവരാണെങ്കിൽ ആഫ്രിക്കയിൽ ഹതഭാഗിയായി നിസ്സഹായിയായി യാതൊരു വഴിയും പരിഹാരമില്ലാതെ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവരം കിട്ടിയപ്പോൾ ഹബശയിലുണ്ടായിരുന്ന രാജാവിൻ്റെ അടുത്തേക്ക് എഴുത്തു കൊടുത്തയച്ചു, അവരെ വിവാഹം കഴിച്ചിട്ട് മദീനയിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കിയെന്ന് പറഞ്ഞു. ഇതാ റസൂൽ അഭയം കൊടുത്തു. സഫിയ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. ജൂതന്മാരുടെ തല ഹുയയ് ഇബ്നു അഖ്തബി എന്ന് പറയുന്ന ജൂത തലവൻ്റെ മകളായിരുന്നു. യുദ്ധത്തിൽ അവർ മുഴുവനും കൊല്ലപ്പെട്ടു. ഈ സ്ത്രീ അടിമയായിട്ട് പ്രവാചകൻ്റെ അനുയായികളുടെ ഗനീമത്ത് മുതലിൽ വന്നു സഫിയ റളിയല്ലാഹു അൻഹ. സഫിയ റളിയല്ലാഹു അൻഹ ഹാറൂൻ നബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളായിരുന്നു. ഹാറൂൻ നബിയുടെ, മൂസാ നബിയുടെ സഹോദരൻ ഹാറൂൻ നബിയുടെ. ഇത്ര ബഹുമാന ആദരവുള്ള ഈ പെണ്ണ്, പിതാവ് കൊല്ലപ്പെട്ടു, ഭർത്താവ് കൊല്ലപ്പെട്ടു, സഹോദരന്മാർ കൊല്ലപ്പെട്ടു. അടിമ സ്ത്രീയായിക്കാണ്ട് അവരെ അവഹേളിക്കുക എന്ന് പറഞ്ഞ് രാജകുടുംബത്തിൽപ്പെട്ട ഈ യുവതിയെ ഒരടിമ സ്ത്രീയെ അവഹേളിക്കുക എന്ന് പറഞ്ഞ് ഒരിക്കലും പ്രവാചകൻ്റെ മനസ്സനുവദിച്ചില്ല. അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയായി സ്വീകരിച്ചു, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നുള്ള ഓരോന്നും ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇതുപോലത്തെ നന്മകളും ഉത്തരവാദിത്തങ്ങളും. പ്രവാചകൻ്റെ ഒരു സ്ത്രീലമ്പടനോ ആ കാര്യത്തിൽ വലിയ താല്പര്യം ആകർഷണം കാണിക്കുന്ന ആളാണെങ്കിൽ യുവതികളായ കന്യകകളായ സുമുഖികളായ ഭാര്യമാരെ, പെൺകുട്ടികളെ പ്രവാചകന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നു. അവിടുത്തെ അനുയായികൾ പ്രവാചകന് തയ്യാറായിരുന്നു. നിങ്ങൾക്കറിയാം, മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന അടിമ സ്ത്രീ പ്രവാചകൻ്റെ അടുത്ത് വന്ന്, ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടിയുടെ മാതാവ്, ഈ മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന ആ സ്ത്രീ അവർ ഈജിപ്തിൽ നിന്ന് വന്നതാ. പ്രവാചകൻ ദാവത്തിനു വേണ്ടി ആളുകളെ, സഹാബികളെ പറഞ്ഞയച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മുഖൗഖിസ് എന്ന് പറയുന്ന ആ രാജാവ് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായില്ല.
പക്ഷെ പ്രവാചകൻ ആദരിച്ചുകൊണ്ട് മാരിയ നസ്രീൻ എന്ന് പറയുന്ന 2 യുവതികളെ സമ്മാനമായിട്ട് കൊടുത്തുവിട്ടു. സമ്മാനമായിട്ട് കുതിരകളെ കൊടുത്തുവിട്ടു, വസ്ത്രങ്ങൾ കൊടുത്തുവിട്ടു, സമ്പത്ത് കൊടുത്തുവിട്ടു. പക്ഷെ ഇസ്ലാം സ്വീകരിച്ചില്ല മുക്കൗക്കിസ്, ഈജിപ്തിലുണ്ടായിരുന്ന ഭരണാധികാരി. പ്രവാചകന് സമ്മാനമായി കൊടുത്തതിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു മാരിയ എന്ന് പറയുന്ന അടിമ സ്ത്രീ. അങ്ങനെ ആളുകൾ കൊടുക്കാനുണ്ടായിരുന്നു. ഇത്തരമുള്ള പ്രവാചകൻ ഒരു ആയിഷ റളിയല്ലാഹു അൻഹയല്ലാതെ മറ്റൊരു സ്ത്രീയെയും കന്യകയായി വിവാഹം കഴിച്ചിട്ടില്ല. നമ്മൾ മുസ്ലിമീങ്ങൾ ഈ പ്രവാചകന്റെ ചരിത്രം കൃത്യമായത് മനസ്സിലാക്കി അത് അറിയാൻ തയ്യാറാവണം. എന്നാലേ ഈ ശത്രുക്കൾ പറയുന്നതിൻ്റെ പൊള്ളത്തരങ്ങൾ നമുക്ക് അറിയുകയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ ഉമ്മത്തിനോട്, തൻ്റെ അനുയായികളോട്, അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും തൻ്റെ പ്രബോധിതരായ സമൂഹത്തോട്, ആരോടാണോ ദീൻ പ്രബോധനം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു അവരോട് അതിയായ കാരുണ്യവും ദയയും വാത്സല്യവുമുള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ ദഅവത്തുമായിട്ട് അബൂ താലിബ് എന്ന പിതൃവിൻ്റെയും ഖദീജ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിൻ്റെ ശേഷം പല കുടുംബങ്ങളിലും റസൂൽ ദഅവത്തുമായി പോയി. ആരും സ്വീകരിക്കാതെ അവസാനം ത്വായിഫിലേക്ക് പോയി. ത്വായിഫിൽ ചെന്നിട്ട് തൻ്റെ മാതാവിൻ്റെ കുടുംബങ്ങൾ എന്നുള്ള ബന്ധത്തിൻ്റെ പേരിൽ അവിടെ ചെന്ന് ദഅവത്ത് നടത്തി. അവർ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവിടെയുള്ള തെരുവ് പിള്ളേരെ കൊണ്ട് കല്ലെറിഞ്ഞിട്ട് പ്രവാചകനെ ത്വായിഫിൽ നിന്ന് ആട്ടി ഓടിച്ചു. അവിടുത്തെ കാലിൽ കല്ലുകൾ കൊണ്ടിട്ട് മുറിവ് പറ്റി രക്തമുറ്റി. അങ്ങനെ പ്രവാചകൻ അവിടുന്ന് ക്ഷീണിച്ച് തളർന്നു പോരുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പർവ്വതങ്ങൾ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കിനെയും കൊണ്ട് പ്രവാചകന്റെ അടുത്ത് വന്നു. അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം സഹീഹായ ഹദീസുകളിൽ വന്ന സംഭവങ്ങളാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഇങ്ങനെ ആക്രമിച്ച ഈ ജനങ്ങളെ ഈ 2 വലിയ പർവ്വതങ്ങൾ കൂടി അവരുടെ മുകളിൽ കൂടെ മറിച്ചിട്ട് അവരെ നശിപ്പിക്കാൻ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഈ മലക്കിനെ അള്ളാഹു ഏൽപ്പിച്ചതാണ്, നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പ്രവാചകരെ. അള്ളാഹുവിൻ്റെ റസൂൽ ആ സമയത്ത് പറഞ്ഞത് മുത്തഫഖുൻ അലൈഹിയാണ് ഈ സംഭവം. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്ത സംഭവമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ആ സമയത്ത് ആ മലക്കുകളോട് പറഞ്ഞത് അവരുടെ ഈ പറയുന്ന തലമുറ അവർ വിശ്വസിക്കാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അവരുടെ സന്താന പരമ്പരകളിൽ നിന്ന് എൻ്റെ ദഅവത്ത് സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾ സമൂഹം തലമുറ വരികയാണെങ്കിൽ ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവരെ നിങ്ങൾ നശിപ്പിക്കരുതേ, നിങ്ങൾ. ഈ മലക്കളോട് 2 പേരോടും അവരെ നശിപ്പിക്കാതെ പോകാൻ വേണ്ടി പറയാണ് പ്രവാചകൻ ചെയ്തത്. അത്ര കാരുണ്യം ഓരോ മേഖലകളിലുമുണ്ട്. അതിൽപ്പെട്ട ഒരു സംഭവം മാത്രമാണിത്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തുമായി റോമന്റെ ചക്രവർത്തിയാണ് ഹെറാക്കുലീസ്, അതല്ലെങ്കിൽ ഹിറക്കൽ എന്ന് അറബിയിൽ പറയും. ഹിറാക്കുലീസ് എന്ന് പറയുന്ന പേരിലുള്ള, അതൊക്കെ ഈ പറയുന്ന ബൈബിളുകൾ പോലത്തെ ഗ്രന്ഥങ്ങളിൽ രേഖാമൂലമുള്ള സംഭവങ്ങളാണിത്. ഈ പറയുന്ന ഹിറാക്കുലീസ് അതല്ലെങ്കിൽ ഹിറക്കൽ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ അടുത്തേക്ക് ദഹിയത്തുൽ കൽബി എന്ന് പറയുന്ന സഹാബിയുടെ കയ്യിൽ ദീനുൽ ഇസ്ലാമിലേക്ക് ദഅവത്ത് നടത്തിക്കൊണ്ട് കത്ത് കൊടുത്തയച്ചു. അങ്ങനെ കത്തവിടെ ചെന്ന സമയത്ത് ഈ ചക്രവർത്തി അന്ന് അദ്ദേഹം ഷാമിലാണുള്ളത്. ഷാമിലുള്ള സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഖുറൈശികളായ മക്കക്കാരായ ആരെങ്കിലും ഈ പ്രവാചകൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ നാട്ടുകാരെങ്കിലും ഇവിടെ ഉണ്ടോ ഒന്ന് പരിശോധിക്കും. അപ്പോൾ അബൂ സുഫിയാനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കച്ചവട സംഘം അന്ന് ഷാമിലുണ്ട്. അബൂ സുഫിയാൻ റസൂലിനോടൊന്ന് ബദ്ധവൈരിയാണ്, പക്ക ശത്രുവാണ്. ബദറിലും ഉഹദിലും യുദ്ധം ചെയ്ത് ആ ശത്രുത ഉള്ള ആ കാലഘട്ടത്തിലാണ്. അബൂ സുഫിയാനെ അവിടെ അങ്ങാടിയിൽ വെച്ച് കണ്ട സമയത്ത് പട്ടാളക്കാരായ ആളുകൾ അവരോട് പറഞ്ഞു, ചക്രവർത്തി നിങ്ങളെ കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്താണ്. ഞാൻ ചുരുങ്ങിയ നിലക്ക് അതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ പറയുകയാണ്. അങ്ങനെ കൊട്ടാരത്തിൽ ചെന്ന സമയത്ത് ആ ചക്രവർത്തി അബൂ സുഫിയാനെ മുന്നിലിരുത്തുകയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ പിന്നിലിരുത്തുകയും ചെയ്തിട്ട് രാജാവ് പറഞ്ഞു, ഞാൻ ഇവനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനാണ്. എനിക്ക് നിങ്ങളുടെ മക്കയിൽ നിന്നൊരു എഴുത്ത് വന്നിട്ടുണ്ട്. അവിടെ ഒരു പ്രവാചകനുണ്ട്, അവർ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നിജസ്ഥിതി അറിയാൻ വേണ്ടിയാണ്. അബൂ സുഫിയാനോട് പറഞ്ഞു, എൻ്റെ ചോദ്യങ്ങൾ കൃത്യമായി നിങ്ങൾ ഉത്തരം പറയണം. അദ്ദേഹത്തിന് അനുയായികളോട് പിന്നിലുള്ളവരോട് പറഞ്ഞു, കളവെങ്ങാനും പറഞ്ഞാൽ എന്നോട് നിങ്ങളത് സൂചിപ്പിക്കണം. അബൂ സുഫിയാൻ കാണാതെ എന്നോടത് സൂചിപ്പിക്കും വേണം. ആ നിലക്ക് കൊട്ടാരത്തിലിരുത്തി. ചക്രവർത്തിയുടെ അദ്ദേഹത്തിൻ്റെ പുരോഹിതന്മാരും പണ്ഡിതന്മാരും മന്ത്രിമാരും ആ സമൂഹത്തിലുള്ള ഉയർന്ന തലവന്മാരായ ആളുകളൊക്കെ അദ്ദേഹം ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ പ്രവാചകൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നിട്ടുണ്ടല്ലോ, ആ മനുഷ്യൻ നിങ്ങളുടെ കൂട്ടത്തിൽ കുടുംബപരമായിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ? അബൂ സുഫിയാൻ പറഞ്ഞു, നല്ല ഉയർന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ്. രണ്ടാമത് ചോദിച്ചു, ഈ പറയുന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആരെങ്കിലും മുമ്പ് പറഞ്ഞിട്ടുണ്ടോ? ആരും ഇങ്ങനെ ഒരു വാക്ക് മുമ്പ് നബിയാണ് റസൂലാണ് എന്ന വാദം ആരെങ്കിലും വാദിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആരെങ്കിലും മുമ്പ് രാജാവായിരുന്നോ? അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല, ആരും രാജാക്കന്മാരായിട്ടില്ല. ഈ പറയുന്ന മനുഷ്യൻ്റെ കൂടെ അനുയായികളായി കൂടുന്നത് സമൂഹത്തിലുള്ള താന്നേക്കടയിലുള്ള ആളുകളാണോ, ഉയർന്ന നിലവാരത്തിലുള്ള ആളുകളാണോ?
അബൂ സുഫിയാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുന്നത് സാധാരണ പാവങ്ങളായ ആളുകളാണ്. സമ്പന്നരും സമൂഹത്തിൽ ഉയർന്ന ആളുകളാരും അദ്ദേഹത്തിൻ്റെ വാദം കേട്ട് കൂടെ കൂടുന്നില്ല. അപ്പോൾ അബൂ സുഫിയാനോട് ചോദിച്ചു, ഈ കൂടുന്ന ആളുകൾ പിന്നെ പിന്നെ കൂടിക്കൂടി വരികയാണോ, അതല്ല ആളുകൾ കുറയുകയാണോ? അബൂ സുഫിയാൻ പറഞ്ഞു, അവർ ദിനം പ്രതി ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് സ്വീകരിച്ച് കൂടി വരും. ആ കൂടിയ ആളുകളാണെങ്കിലും വെറുത്ത് പിന്നീട് അതിൽ നിന്ന് പിന്മാറുന്നുണ്ടോ? അബൂ സുഫിയാൻ പറഞ്ഞു, ഇല്ല, ഒരാളും പിന്മാറുന്നില്ല. ആ മനുഷ്യന് വല്ല കളവും പറഞ്ഞ തെറ്റിദ്ധാരണയുണ്ടോ? അബൂ സുഫിയാൻ ചോദിച്ചു, ഇതുവരെ ആ മനുഷ്യനൊരു കളവ് പറഞ്ഞ അനുഭവം ഞങ്ങൾക്ക്. ശത്രുവാണ് ഈ പറയുന്നത്. കിട്ടിയ അവസരമാണ്. റോമൻ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നതിലേറെ ബഹുമാനാദരവ് വന്നുള്ള വലിയ രാജ്യത്തിൻ്റെ ചക്രവർത്തി ചോദിക്കുമ്പോൾ ആ അവസ്ഥയിൽ ശത്രുവായ മനുഷ്യൻ പോലും അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചൊരു കളവ് പറഞ്ഞു എന്ന് പറയാൻ അവിടെ കഴിയുന്നില്ല. അബൂ സുഫിയാൻ പറയാണ്, ഞാനെങ്ങാനും അന്ന് കളവ് പറയലുണ്ട് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ പിന്നീട് എൻ്റെ നാട്ടുകാരെന്നെക്കുറിച്ച് എന്ത് പറയും? അബൂ സുഫിയാൻ കള്ളം പറഞ്ഞു. കളവ് പറയാന്നുള്ളത് ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ മുമ്പുള്ള സമൂഹത്തിൽ അത്ര മോശപ്പെട്ടൊരു സ്വഭാവമായിരുന്നു. ഇന്ന് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന പല ആളുകളും കളവ് പറയാൻ യാതൊരു ലജ്ജയും കാണിക്കാത്ത അവസ്ഥ. അബൂ സുഫിയാൻ പറഞ്ഞു, ഞാൻ എന്നെങ്ങാനും കളവ് ഉണ്ട്, അവൻ്റെ അടുത്ത് കളവ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെയുള്ള ആളുകൾ എന്നെ കുറ്റപ്പെടുത്തും, നിങ്ങൾ കളവ് പറഞ്ഞു എന്ന് കരുതി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതുവരെ ഒരു കളവും ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇതുവരെ കളവും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതിന് ശേഷം നിങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ആ രാജാവ് അബൂ സുഫിയാനോട് ചോദിച്ചു, ബിമാദായ ഉമറുക്കും, ആ പ്രവാചകൻ എന്താണ് നിങ്ങളോട് കൽപ്പിക്കുന്നത്? അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, ആ പ്രവാചകൻ പറയുന്നു, ഉഅ്ബുദുല്ലാഹ വഹ്ദഹു, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. വലാ തുശ്രിക്കൂ ബിഹി ഷൈഅൻ, അള്ളാഹുവിനോട് നിങ്ങളൊന്നും പങ്കു ചേർക്കരുത്. വത്റുക്കൂ മാ യഖൂലു ആബാഉക്കും, നിങ്ങളുടെ പിതാമഹന്മാർ പറയുന്ന ശിർക്ക്, വൃത്തികേട് കാര്യങ്ങൾ അത് മുഴുവൻ നിങ്ങൾ ഒഴിവാക്കണം. കൃത്യമായ തൗഹീദ് അത് നിങ്ങൾ സ്വീകരിക്കണം, ശിർക്ക് ഒഴിവാക്കണം. ഞങ്ങളെ വാപ്പാരങ്ങനേനു, കുടുംബ മഹിമ അങ്ങനേനു, ഞങ്ങളുടെ മുൻഗാമികൾ അങ്ങനേനു, ആ പറയുന്ന വാദങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. വയഉമുറുനാ ബിസ്സല, നിസ്കാരം കൊണ്ട് കൽപ്പിക്കും. തയ്യിബ്, ആ പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ശിർക്ക് ചെയ്യരുത്, പിതാമഹന്മാർ പറയുന്ന തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം, നിസ്കരിക്കണം, സത്യം പറയണം, ചരിത്ര ശുദ്ധി സൂക്ഷിക്കണം, കുടുംബബന്ധം ചേർക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആ പ്രവാചകൻ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാജാവ് ഇത് മുഴുവനും കേട്ടിട്ട് പറഞ്ഞു, ഈ പറയുന്ന അബൂ സുഫിയാൻ അദ്ദേഹം അന്ന് മുശ്രിക്കായിരുന്നു, കാഫിറായിരുന്നു, ശത്രുപക്ഷത്തായിരുന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പല കാര്യങ്ങളും ചോദിച്ചു, ആ ചോദിച്ച കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകനാകാനുള്ള പൂർണ്ണമായ ലക്ഷണവും അടയാളങ്ങളും ഇദ്ദേഹത്തിൽ ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തയച്ച ആ എഴുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുവരാനും അത് പരസ്യമായി വായിക്കാനും പറഞ്ഞ് ഹിറക്കൽ ചക്രവർത്തി ആ കത്ത് അദ്ദേഹത്തിൻ്റെ 2 കണ്ണിൻ്റെ ഇടയിൽ വെച്ച് ബഹുമാനിക്കുകയും ഞാനെങ്ങാനും ആ പ്രവാചകൻ്റെ അടുത്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാല് ഞാൻ കഴുകി കൊടുക്കുമായിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞ ലക്ഷണങ്ങളും സ്വഭാവങ്ങളുമുള്ള വ്യക്തിയാണെങ്കിൽ എൻ്റെ കാല് കുത്തിയ ഈ പ്രദേശം അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ വരും എന്ന് പ്രവചിച്ചു ഹിറക്കൽ. ഇത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളായ ആളുകൾ, പഠിപ്പും വിവരമുള്ള ആളുകളുണ്ടെങ്കിൽ, അവരുടെ ഗ്രന്ഥങ്ങൾ വായിച്ച് പഠിച്ച ആളുകളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ കൃത്യമായി ചരിത്രം അവർ പറയും. നസാറാക്കളോട്, ജൂതന്മാരോട് ചോദിച്ചാൽ, വിവരമുള്ള ആളുകളോട് ചോദിച്ചാൽ സത്യം പറയും. ഞാൻ ഇന്നലെ എൻ്റെ സ്റ്റാറ്റസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഈ ചക്രവർത്തിക്ക് കൊടുത്തയച്ച ആ എഴുത്തിൻ്റെ ഒരു ഫോട്ടോ, ജോർദാനുള്ള മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ട ഫോട്ടോ നെറ്റിൽ നിന്ന് നമുക്ക് നോക്കിയാൽ കാണും. അത് ആ പറയുന്ന ഫോട്ടോ ഞാൻ ഇന്ന് എൻ്റെ സ്റ്റാറ്റസിൽ ഇട്ടിരുന്നു. ചില ആളുകൾ, സഹോദരന്മാർ ചിലർ നോക്കിയവർക്കറിയാം. ഇതൊരു ചരിത്ര സത്യമാണ്. ഇത്രത്തോളം പരിശുദ്ധനും പവിത്രനുമായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ വലിയ ചക്രവർത്തിമാർ, രാജാക്കന്മാർ ആദരിക്കുന്ന വ്യക്തിയായിരുന്നു. ശത്രുക്കളി പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെയല്ല. ആ പ്രവാചകൻ്റെ ചരിത്രം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ധാരാളം നമുക്ക് പറയാനുണ്ടതിന് ഈ പറയുന്ന കുറഞ്ഞ സമയങ്ങൾ നമുക്ക് പര്യാപ്തമല്ല. പ്രവാചകനെക്കുറിച്ച് ശത്രുക്കൾ പറഞ്ഞു പിടിപ്പിക്കുന്ന മറ്റൊരു പരാതിയാണ് യുദ്ധവീരനായിരുന്നു, ആളുകളെ കൊല്ലുന്നവരാണ്. ഇവരുടെ ഖുർആൻ അതാണ്, ഈ വക്താക്കൾ അങ്ങനെയാണ്, ആ പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ അങ്ങനെയാണ്. ഇഖാമത്തിന് മുമ്പ് സമയമുണ്ടെങ്കിൽ ചുരുങ്ങിയ നിരക്ക് ഞാൻ കേൾപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 27 യുദ്ധങ്ങൾ നയിച്ചിട്ടുണ്ട്, നേതൃത്വം കൊടുത്തുകൊണ്ട്, യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ട്. 38ഓളം യുദ്ധങ്ങൾ സൈന്യങ്ങളെ അയച്ചുകൊണ്ട്, പ്രവാചകൻ മദീനയിലാണ്, പോകാതെ അമീർമാരായി നേതൃത്വം അനുയായികളെ ഏൽപ്പിച്ച് നടത്തിയിട്ടുമുണ്ട്. 27 യുദ്ധങ്ങൾ ഏകദേശം പ്രവാചകൻ നേരിട്ട് നേതൃത്വം കൊടുത്ത് പങ്കെടുത്തുകൊണ്ട്. 38ഓളം യുദ്ധങ്ങൾ അവിടുത്തെ അനുയായികളെ പറഞ്ഞയച്ചുകൊണ്ടും നടത്തിയിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് മുഴുവനും പരിശോധിച്ച് നോക്കിയാൽ ആദർശത്തിൻ്റെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്, അല്ലാതെ മറ്റുള്ളവരെ ആക്രമിക്കാനോ കൊള്ള ചെയ്യാനോ അവരെ പിടിച്ച് അവരുടെ രാജ്യങ്ങൾ പിടിക്കാനോ സമ്പത്ത് പിടിക്കാനോ അല്ല. കേൾക്കുക നിങ്ങൾ, ഈ പറയുന്ന യുദ്ധങ്ങൾ മുഴുവനും നയിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ യുദ്ധത്തിൻ്റെ കാലഘട്ടങ്ങളിൽ
മറ്റ് മുശ്രിക്കീങ്ങളായ കുഫാറുകളായ ആളുകളിൽ നിന്ന് ഏകദേശം 1022 പേരാണ് കൊല്ലപ്പെട്ടത്. ഇത്ര യുദ്ധങ്ങൾ നടത്തിയിട്ട് തൻ്റെയും തൻ്റെ അനുയായികളുടെ യുദ്ധത്തിൽ ശത്രുപക്ഷത്ത് 1022 ആളുകൾ, തൻ്റെ പക്ഷത്തുള്ള മുസ്ലിമീങ്ങൾ 262ഓളം. കൃത്യമല്ലെങ്കിലും ഏകദേശ കണക്കാണിത്, ഏകദേശം ഇതിനോടടുത്ത കണക്കുകൾ. ഇതാണ് കൊല്ലപ്പെട്ടത്. യുദ്ധവീരനാണ് എന്ന് ശത്രുക്കൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പ്രവാചകന്റെ യുദ്ധത്തിൻ്റെ ആൾനാശമാണ്. ഈ കൊല്ലപ്പെട്ടത് മുഴുവനും പോരാളികൾ മാത്രമാണ്, സാധാരണക്കാരല്ല താനും. സ്ത്രീകളല്ല, കുട്ടികളുമല്ല, പ്രായം ചെന്ന മനുഷ്യന്മാരല്ല, ആരാധനയിൽ കഴിച്ചു കൂട്ടുന്ന ജൂത നസാറ പുരോഹിതന്മാരുമല്ല. പോരാളികളായ പട്ടാളക്കാരായ ആളുകൾ 1022ഓളം വരുന്ന. രണ്ടാം ലോകമഹായുദ്ധം ഈ ലോകത്ത് നടന്നു. അത് നടത്തിയതും നേതൃത്വം കൊടുത്തതും അതിൽ ഭാഗവാക്കായതും ഈ പറയുന്ന ഇസ്ലാമിൻ്റെ ആളുകളും പ്രവാചകന്റെ അനുയായികളുമല്ല. അല്ലല്ലോ. ആ പറയുന്ന രണ്ടാം ലോക മഹായുദ്ധത്തിൽ നടന്ന 15 മില്യൺ പട്ടാളക്കാർ പല രാജ്യങ്ങളിലും അതിൽ പങ്കെടുത്തിരുന്നു. 15 മില്യൺ വരുന്ന പട്ടാളക്കാർ പങ്കെടുത്തിരുന്നു. അതിൽ കൊല്ലപ്പെട്ട ആളുകളുടെ കണക്ക് ഏകദേശം 54 മില്യൺ മനുഷ്യന്മാരാണ്. സമ്പത്തിൻ്റെയും കൃഷിയുടെയും ഭവനങ്ങളുടെയും നഷ്ടങ്ങളല്ല പറയും. 54 മില്യൺ മനുഷ്യന്മാർ. 15 മില്യൺ പട്ടാളക്കാർ കഴിഞ്ഞാൽ 3% അതിലേറെ വർധനവുള്ള സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത്. ഇവരാരും മുസ്ലിമീങ്ങളും അതിൻ്റെ വക്താക്കളുമല്ലായിരുന്ന യുദ്ധം നയിച്ച ആളുകൾ. യഥാർത്ഥ നസാറാക്കളും ജൂതന്മാരും അവരുടെ അനുയായികളായിരുന്ന കുഫാറുകളുമായിരുന്നു. ഇനി മറ്റൊരു കണക്ക് നബി സല്ലല്ലാഹു അലൈഹി ആലിഹി വസല്ലം നയിച്ച ഈ യുദ്ധത്തിൽ ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടു എന്നുണ്ടെങ്കിൽ സോവിയറ്റ് റഷ്യൻ വിപ്ലവം, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും മറ്റുള്ളവരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന റഷ്യൻ വിപ്ലവം, അവിടെ ഇമാമുകളാകുന്ന ലെനിനും മാർക്സിൻ്റെയും ആ അനുയായികൾ നടത്തിയ വിപ്ലവമുണ്ട്. അതിൽ ഏകദേശം കണക്ക് രേഖപ്പെടുത്തപ്പെട്ടത് ഏകദേശം പറയുന്നത്, അവർ പറയപ്പെടുന്നത് 500,000 ആ പറയപ്പെടുന്നത് കൊല്ലപ്പെട്ടത് 1.5 ലക്ഷം 1.5 മില്യൺ ആളുകൾ അതിൽ കൊല്ലപ്പെട്ടു റഷ്യൻ വിപ്ലവത്തിൽ മാത്രം. ലെനിനും സ്റ്റാലിനും നടത്തിയ മറ്റുള്ള ആക്രമണങ്ങളിൽ കൂടെ കൊല്ലപ്പെട്ട ആളുകൾ കയ്യൂല, കണക്കൂല. റഷ്യൻ വിപ്ലവത്തിൽ മാത്രം 1.5 മില്യൺ ആളുകൾ, 15 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളത്. മറ്റുള്ള നഷ്ടങ്ങളും കഷ്ടങ്ങളും വേറെയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇപ്പോഴത്തെ സയനിസ്റ്റുകളായ ആളുകൾ ഫലസ്തീനിൽ വെച്ച് നടത്തുന്ന യുദ്ധങ്ങളുണ്ടല്ലോ, ജൂതന്മാർ പരസ്യമായി ജൂതന്മാരും അവർക്ക് സഹായം ചെയ്യുന്ന ആളുകളും 50,000-ലേറെ വരുന്ന കുട്ടികൾ മാത്രം കൊല്ലപ്പെടുകയും മുറിവേൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഈ 2 വർഷത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന യുദ്ധത്തിൽ 50,000-ലേറെ വരും സയനിസ്റ്റുകൾ ചെയ്യുന്ന യുദ്ധത്തിൽ. ഇവരാരും മുസ്ലിമീങ്ങളല്ല, ഇവരൊന്നും പ്രവാചകന്റെ അനുയായികളുമല്ല. ഇങ്ങനത്തെ ആളുകളാണ് മനുഷ്യാവകാശവും സമാധാനവും നീതിയും പറഞ്ഞുകൊണ്ട് പ്രവാചകരെയും അവിടുത്തെ അനുയായികളെയും ഇസ്ലാമിനെയും ഖുർആനെയും വിമർശിക്കുന്നവർ. നമ്മൾ ഈ സത്യങ്ങൾ അറിഞ്ഞിരിക്കണം, നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിൽ പീഡനവും ദുരിതവും അനുഭവിക്കുന്ന മുസ്ലിമീങ്ങളായ സഹോദരർക്ക് എത്രയും പെട്ടെന്ന് ഫറജും മഖറജും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുമാറാവട്ടെ. അവരുടെ രക്തത്തിന് വേണ്ടിയിട്ട് ദാഹിക്കുന്ന ചന്നായകൾ ഏത് രൂപത്തിലുള്ളവരാണെങ്കിലും ആരുടെ സഹായത്തിലാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കാരികളായ മുജ്രിമീങ്ങളായ അക്രമികളായ അതിക്രമകാരികളായ ആ കാഫിരീങ്ങളെ അതികഠിനമായ ശിക്ഷ കൊണ്ടവൻ പിടികൂടുമാറാവട്ടെ. എത്രയും പെട്ടെന്ന് അള്ളാഹു ആ നിസ്സഹായരായ അബലരായ പാവങ്ങളായ ആ മുസ്ലിമീങ്ങൾ, സ്ത്രീകൾ, പുരുഷന്മാർ, കുട്ടികൾ, അവർക്ക് എത്രയും പെട്ടെന്ന് അള്ളാഹു ഫറജും മഖ്റജും രക്ഷയും ആശ്വാസവും സമാധാനവും നൽകുമാറാവട്ടെ. അവരുടെ രക്തത്തിനു വേണ്ടി ദാഹിക്കുന്ന, അത് കുടിക്കാനും അതിൽ കളിക്കാനും അത് മോന്താനും വേണ്ടി ആര് ഏതൊക്കെ കൗശലങ്ങളും കുതന്ത്രങ്ങളും ചെയ്ത് ശ്രമിക്കുന്നുവോ അള്ളാഹു സുബ്ഹാനഹു വ തആല നാശം കൊണ്ട് അവരെ പിടികൂടുമാറാവട്ടെ. അതികഠിനമായ ശിക്ഷ അവരിലും അവരുടെ മറ്റുള്ള ആളുകളിലും ഇറക്കി അള്ളാഹു അവരെ നശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത അനുയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതേപോലെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി സൈന്യങ്ങളെ അയക്കുന്ന സമയത്ത് അവർക്ക് വസിയ്യത്ത് കൊടുക്കലുണ്ടായിരുന്നു. പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ഉപദേശിക്കലുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ അവർ പറയും, ലാ തഖ്തുലു റാഹിബൻ ഫീ സൗമിയാത്തി, ആരാധനാ ചർച്ചുകളിലും അവരുടെ ആരാധനാലയങ്ങളിലും ആരാധന മാത്രം ചെയ്തുകൊണ്ട് കഴിച്ചുകൂട്ടുന്ന പുരോഹിതന്മാരെ നിങ്ങൾ കൊല്ലരുതേ. യുദ്ധമുഖത്ത് വെച്ച് കണ്ട കൊല്ലരുതേ, ആക്രമിക്കരുത്. അവർ ആരാധനയിൽ കഴിയാണ്, യുദ്ധത്തിൽ വന്ന പോരാളികളല്ല. അതേപോലെ തന്നെ വലാ സബിയൻ, കുട്ടികളെ കൊല്ലരുതേ. വലംറഅതൻ, സ്ത്രീകളെ കൊല്ലരുതേ. വല കബീറൻ ഹരിമൻ, വയസ്സും വാർദ്ധക്യവുമുള്ള യുദ്ധത്തിന് കഴിയാത്ത ആളുകളെ, ശത്രുപക്ഷത്തുള്ളവരെ നിങ്ങൾ കൊല്ലരുതേ. അവരുടെ മരങ്ങൾ നിങ്ങൾ മുറിക്കരുതേ, അവരുടെ ഭവനങ്ങൾ നിങ്ങൾ തകർക്കരുതേ, അവരുടെ കൃഷിയിടങ്ങൾ നിങ്ങൾ നശിപ്പിക്കരുത്. നിർബന്ധിത ഘട്ടമാണെങ്കിലല്ലാതെ അവരുടെ കൃഷിയിടങ്ങൾ നിങ്ങൾ കത്തിക്കുകയോ കരിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യരുതേ.
നിങ്ങൾ അവരുടെ ആടുകളെ അറക്കരുത്, അവരുടെ പശുക്കളെ നിങ്ങൾ മുറിവാക്കരുത്. നിങ്ങൾക്ക് കഴിക്കാൻ മാംസത്തിന് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമല്ലാതെ അവരുടെ കാലികളെ നിങ്ങൾ ഉപദ്രവിക്കരുത്. ഇതുപോലത്തെ ഉപദേശവുമായിട്ടാണ് പ്രവാചകന്റെ ഇത്ര അടുത്ത അനുയായികൾ യുദ്ധത്തിന് വേണ്ടി സൈന്യങ്ങളെ പറഞ്ഞയച്ചിരുന്നത്. മുസ്ലിം എന്നുള്ള നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കും മുഴുവൻ ബാധകമായ നിയമങ്ങളാണ് താനും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ ആരോടെങ്കിലും ശത്രുത ഉണ്ട് എന്ന് കരുതി അനീതിയുടെ പക്ഷത്തേക്ക് നിങ്ങൾ പോകരുത്. ശത്രുക്കളാണെങ്കിൽ പോലും നിങ്ങൾ അവരോട് അനീതി കാണിക്കാൻ പോകരുത്, നീതിയിലെ പെരുമാറാൻ പാടുള്ളൂ. ഇതാണ് പ്രവാചകൻ പഠിപ്പിച്ചു തന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ മജ്മുഉൽ ഫതാവയിൽ, അദ്ദേഹത്തിൻ്റെ ഫതാവ സമാഹാരത്തിൽ ഒരിക്കൽ പറഞ്ഞു, വഅമ്മൽ ഈമാനു ബിർ റസൂലി ഫഹുവൽ മുഹിം. നമ്മൾ കേട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ചെറിയ വിവരണം. സമയത്തിൻ്റെ പരിമിതി അനുസരിച്ച് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. ശത്രുക്കള പ്രവാചകനെ കുറിച്ച് അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങളെ എടുത്ത് പറഞ്ഞുകൊണ്ട് പലപ്പോഴും നമ്മൾ മുസ്ലിമീങ്ങളെ ശല്യം ചെയ്യാനും പ്രയാസപ്പെടുത്താനും മാനസികമായിട്ട് നമ്മളെ ബലഹീനരാക്കാൻ അവർ ശ്രമങ്ങൾ നടത്തുന്നു. കൃത്യമായി കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ ആ പ്രവാചകൻ വളരെ സുന്ദരമായ ദഅവത്തുമായിട്ടാണ് ഈ ലോകത്ത് വന്നത്. റഹ്മത്തുല്ലിൽ ആലമീൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുല്ലിൽ ആലമീൻ. ലോകത്തിന് എല്ലാ നിലക്കുള്ള കാരുണ്യമായി കാണാണ് പ്രവാചകൻ വന്നത്. അങ്ങനെയാണ് ഈ ലോകത്ത് ഫസാദും ഈ ലോകത്ത് കുഴപ്പവും അക്രമവും അനാചാരവും വൃത്തികേടുകളും അത് ചെയ്യുന്നത് മുഴുവനും പരിശോധിച്ച് നോക്കിയാൽ ഈ പ്രവാചകന്റെ മറുചേരിയിൽ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ്, പ്രവാചകന്റെ വിരുദ്ധരായി പോകുന്ന ആളുകളാണ്. ചില വിഡ്ഢികളായ ആളുകൾ പ്രവാചകന്റെ മാർഗം കൃത്യമായി അറിയാത്തതിൻ്റെ പേരിൽ ചില കൈപ്പയ ചില ആളുകളിൽ ഈ പേരിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. തീവ്രവാദ നിലപാട് കാണിച്ച് ഖവാരിജികളെ പോലത്തെ ആളുകൾ ആ പ്രവാചകന്റെ ജീവിതം, ആ പ്രവാചകന്റെ ആദർശം, ആ ദീന് കൃത്യമായി പഠിച്ച ഒരു മുസ്ലിം ഈ ലോകത്തിന് എന്നും ഏത് ലോകത്തും ഏത് കാലഘട്ടത്തും ഏത് സ്ഥലത്തും അവൻ ആ പ്രവാചകനെ പോലെ റഹ്മത്തുൽ ലിൽ ആലമീൻ കാരുണ്യമായി കൊണ്ടേ ജീവിക്കാൻ കഴിയുള്ളൂ. ഒരിക്കലും അക്രമത്തിൻ്റെ പക്ഷത്ത് അനീതിയുടെ പക്ഷത്ത് നിൽക്കാൻ സാധ്യമല്ല. നാം ആ പ്രവാചകരിൽ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഈമാൻ കാര്യത്തിൽപ്പെട്ട അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രവാചകന്മാരിലുള്ള വിശ്വാസം. മുർസലീങ്ങളിൽ ആ മുർസലീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അവസാനത്തെ ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനിൽ നമ്മൾ വിശ്വസിക്കണം. അള്ളാഹു അവൻ്റെ നിയമങ്ങളും അവൻ്റെ സന്ദേശങ്ങളും അവൻ്റെ കൽപ്പനകളും വിധിവിലക്കുകളും അടിമകളെ അറിയിക്കാൻ വേണ്ടി അള്ളാഹു ഉത്തരവാദിത്വത്തോടു കൂടെ ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയാണ്, മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യർ ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമകൾ, ഉന്നതരായ വ്യക്തിത്വങ്ങളെയാണ് അള്ളാഹു ഈ ബാധ്യതകൾ ഏൽപ്പിക്കൽ താനും. ആ പ്രവാചകനിൽ വിശ്വസിക്കാത്ത കാലത്തോളം ഒരു മനുഷ്യൻ യഥാർത്ഥ മുസ്ലിം ആവുകയുമില്ല. ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ റുക്ന്, അതിൻ്റെ അടിസ്ഥാനം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതാണ്. എന്നതുപോലെ തന്നെ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാ, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊന്നും ഒരുത്തനും ഒന്നുമില്ല എന്ന് കലിമത്ത് തൗഹീദിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാ പറയും പോലെ അന്ന മുഹമ്മദുർ റസൂലുള്ളാ എന്നും പറഞ്ഞേ അംഗീകരിച്ചേ വിശ്വസിച്ചേ മതിയാകും ഒരാൾ മുസ്ലിമാവണമെന്നുണ്ടെങ്കിൽ. ഒരു ഭാഗം മാറ്റി നിർത്തി മറ്റൊരു ഭാഗം ഒരാൾ കൊണ്ടുവന്നു പറഞ്ഞു ആദരിച്ചു എന്ന് കരുതി അവൻ്റെ ഇസ്ലാമിന് യാതൊരു പ്രസക്തിയും അവൻ്റെ വിശ്വാസത്തിന് യാതൊരു വിലയും ദീനുൽ ഇസ്ലാമിൽ ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം കൃത്യമായി നമുക്ക് അറിയിച്ചു തന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്. എന്തായാലും അർത്ഥം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചു. ഇന്ന് മുസ്ലിമീങ്ങളെല്ലാവരും അത് പറയുന്നവരാ. അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് അതിൻ്റെ ലക്ഷ്യം? എന്താണ് അതിൻ്റെ ഉദ്ദേശം? അതിൻ്റെ ഉദ്ദേശം ഏറ്റവും ആദ്യം ത്വാഅതുഹു ഫീമാ അമർ. ആ പ്രവാചകൻ കൽപ്പിച്ച ഏതേത് കാര്യങ്ങളുണ്ടോ അതിലൊക്കെ ആ പ്രവാചകന് വഴിപ്പെടണം, അനുസരിക്കണം. വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ, വേഷത്തിൻ്റെ കാര്യത്തിൽ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ഏതൊക്കെ കാര്യം പ്രവാചകൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടോ ആ കാര്യം സഹീഹായ ഹദീസിൽ കൂടെ നമ്മുടെ മുന്നിൽ വന്നാൽ നമ്മളത് തല കൊടുക്കണം, അനുസരിക്കാൻ തയ്യാറാവണം. അവിടെ പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടം, എൻ്റെ ചോയ്സ്, നമുക്കിതേ തോന്നണുള്ളൂ, നമുക്കിതേ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം ഇങ്ങനെ ഒരു ന്യായം അതിന് പറഞ്ഞ് പിന്മാറാൻ പാടില്ല. നമ്മുടെ നാട് മറ്റുള്ളവരുടെ നാട്, ഈ കാലഘട്ടം ആ കാലഘട്ടമല്ല. പ്രവാചകൻ ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സഹീഹായ ഹദീസിൽ കൂടെ നമ്മുടെ മുന്നിൽ വന്നാൽ സമിഅനാ വ അത്വഅനാ, കേട്ടു ഞങ്ങൾ അനുസരിച്ചു. ഖലാസ്. നമുക്കത് പറ്റിയില്ല, നാട്ടുകാരത് അംഗീകരിച്ചില്ല. നമ്മുടെ നാട്ടിലെ പതൊന്നും അതൊക്കെ സംവിധാനങ്ങൾ ഒരുക്കി തരുന്ന ആൾ അള്ളാഹുവാണ്. ഇതിലേറെ
ഇതിലേറെ ഭീഷണിയുള്ള സമൂഹങ്ങളിൽ ആളുകൾ ഇസ്ലാമുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരതനുസരിച്ച് ആദർശമനുസരിച്ച് ജീവിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവർക്ക് ഭീഷണികൾ, ആക്രമണങ്ങൾ, എതിർപ്പുകൾ അത് അള്ളാഹു സുബ്ഹാനഹു സംവിധാനങ്ങൾ മാറ്റിത്തരുന്നത് ഒരുക്കിത്തരുത്. അള്ളാഹുവിൽ തവക്കുലാക്കി, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച്, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് മുന്നോട്ട് പോകുക. പ്രവാചകൻ കൽപ്പിച്ച കാര്യം കൃത്യമായിട്ട് പാലിക്കാൻ ത്വാഅത്തുഹു ഫീമാ അമർ. അതേപോലെ തന്നെ വത്തസ്ദീഖുഹു ഫീമാ അഖ്ബർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞു പോയ കാലഘട്ടത്തിലുള്ളത്, ഖിയാമത്ത് നാൾ വരാനുള്ളത്, ഇനി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ സത്യമാണ്. ദജ്ജാൽ വരും, ഇല്ല ദജ്ജാലൊന്നും വരൂല, അതൊക്കെ വെറുതെ തോന്നലുകളാണ്. സിഹിറുണ്ട്, അല്ല സിഹിറൊന്നുമില്ല, അതൊക്കെ വെറുതെ അതങ്ങനെ രോഗവും അസുഖവും കാര്യങ്ങളൊന്നും അല്ലേ അങ്ങനെ പറയുന്ന ആളുകളില്ല നമ്മുടെ നാട്ടിലൊക്കെ. തൗഹീദിൻ്റെ വക്താക്കളായെന്ന് പറഞ്ഞ് കണ്ണേറുണ്ട്, കണ്ണേറൊന്നുമില്ല, അങ്ങനെയൊക്കെ വെറുതെ ആളുകൾ പറഞ്ഞ അന്ധവിശ്വാസമാണ്. ഇല്ല അതൊക്കെ സത്യം. അല്ല ഐനു ഹഖുൻ, കണ്ണേറ് സത്യമാണ്. സിഹിറുണ്ട്, സിഹിറിന് അതിൻ്റേതായ തഅ്സീറുകൾ ഫലം ചെയ്യും. അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി ആളുകളെ രോഗിയാക്കും, മരിപ്പിക്കും, ആളുകളെ വൈകല്യങ്ങളുണ്ടാക്കും, അസ്വസ്ഥങ്ങളുണ്ടാക്കും, ഭ്രാന്തുണ്ടാക്കും. സത്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു എന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ചുള്ള അധ്യാപനങ്ങൾ വന്നു എന്നുണ്ടെങ്കിൽ സമയനാ സ്വദ്ദഖ്ന, ഞങ്ങൾ കേട്ടു, പ്രവാചകർ പറഞ്ഞത് കേട്ടു, സത്യമാണ്, ഞങ്ങൾ അംഗീകരിച്ചും ചെയ്തു. അവിടെ പിന്നെ എൻ്റെ ബുദ്ധിക്കനുസരിച്ച്, എൻ്റെ യുക്തിക്കനുസരിച്ച് മറ്റേ ഷേഖ് അങ്ങനെ പറഞ്ഞു, ഈ കിതാബിൽ ഇങ്ങനെ പറഞ്ഞില്ല, ആ ന്യായീകരണങ്ങളിലേക്ക് പോകാൻ പാടില്ല. തസ്ദീഖുഹു ഫീമാ അഖ്ബർ. അല്ലാഹുവിൻ്റെ റസൂൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിൽ ഇന്നതുണ്ടാകും. ഖബറിൽ നമ്മൾ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഒരു പള്ളിയിൽ വെച്ചിട്ട് ക്ലാസ് നടത്തി കഴിഞ്ഞ സമയത്ത് ഒരു സഹോദരൻ, ഞാൻ ഖബറിലെ ശിക്ഷനെ കുറിച്ചൊക്കെ കാര്യം പറഞ്ഞ സമയത്ത് ഒരു സഹോദരൻ, ഖബറിലെ ശിക്ഷ അതൊന്നും സത്യത്തിലുണ്ടോ, അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയൂലല്ലോ. എന്നിട്ട് അദ്ദേഹം തെളിവും പറഞ്ഞു, എൻ്റെ മുന്നിൽ വന്നിട്ട് ഒരായത്ത് തെളിവും പറഞ്ഞു. സൂറത്ത് യാസീനിലുണ്ടല്ലോ, ഖാലൂ മൻ, നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ആരാണ് നമ്മളെ ഉണർത്തിയത്? അപ്പോൾ നമ്മൾ ഖബറിൽ ഉറങ്ങുകയാണ്, ഒന്നും അറിയാതെ ഉറങ്ങുകയല്ലേ. സൂറത്ത് യാസീനിൽ തെളിവ്, സുബ്ഹാനല്ലാഹ്, തെളിവ് പറഞ്ഞു. അപ്പോൾ ഈ ഉറക്കിൽ നിന്ന് ആരാണ് നമ്മളെ ഉണർത്തിയത്? അപ്പോൾ ഖബറിൽ ഉറക്കുക എന്നല്ലേ ഖുർആനിക ആയത്തിലുള്ളത്. പിന്നെ നിങ്ങൾ എങ്ങനെ അതിൽ ഖബർ ശിക്ഷ? ഞാൻ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ബറാ ഇബ്നു ആസിബ് ഹദീസ് പറഞ്ഞു കൊടുത്തു. ഉറങ്ങുന്ന സമയത്ത് നമുക്ക് പല ജാതി നിഅമത്തുകളും അനുഗ്രഹങ്ങളും കണ്ട് ആസ്വദിക്കുന്നതും, ശിക്ഷകളും ദുരിതങ്ങളും വന്നിട്ട് നമ്മൾ അതിൻ്റെ പേരിൽ പെടയുന്നതും പ്രയാസപ്പെടുന്നതും, ഉണർന്നു കഴിഞ്ഞാൽ പോലും അതിൻ്റേതായ പ്രകമ്പനങ്ങൾ നമ്മുടെ മനസ്സിൽ കടന്ന് അനുഭവങ്ങളില്ലേ? ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതിലേറെ ശക്തമായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും. മറ്റൊരു കാര്യം, ഖബറിലുള്ള ഈ കാര്യങ്ങൾ അത് പരലോകത്ത് വരാനിരിക്കുന്ന ശിക്ഷകളൊക്കെ ഉള്ള അപേക്ഷ നോക്കുകയാണെങ്കിൽ, ഈ ഖബറിലുള്ള ശിക്ഷകളാണെങ്കിലും ദുരിതങ്ങൾ ഒരു ഉറക്കൽ അനുഭവപ്പെട്ടതുപോലെ ഉണ്ടാകുള്ളൂ. അതിൻ്റെ ശേഷം മഹ്ശറിൽ അതികഠിനമായ ശിക്ഷകളാണ് കുഫാറുകളാണെന്നുണ്ടെങ്കിൽ. അപ്പം അവർ പറഞ്ഞതാണ്, ഞങ്ങൾ കുറച്ച് സ്വസ്ഥതയിലായിരുന്നല്ലോ, ആരെ നമ്മളെ ഉണർത്തിയത്? ഇതുപോലത്തെ അർത്ഥങ്ങൾ എന്നല്ലാതെ ഖബറിൽ ശിക്ഷ അല്ല. അതൊന്നും പ്രവാചകൻ ഹദീസൊന്നും ശരിയല്ല, തള്ളാൻ പാടില്ല. തസ്ദീഖുഹു ഫീമാ അഖ്ബർ. അതേപോലെ വജ്തിനാബു മാ അൻഹു നഹാ വസജർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കണം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ശിർക്ക് ചെയ്യരുതേ എന്ന് പറയാം. ഞാൻ പ്രവാചകൻ്റെ മീലാദ് ആഘോഷിക്കാൻ സ്നേഹനിധിയാണ്, അമ്പലത്തിൻ്റെ മുന്നിൽ ചെന്ന്, വിഗ്രഹത്തിൻ്റെ മുന്നിൽ ചെന്ന് ആദരിക്കും ചെയ്യുക. വൈരുദ്ധ്യങ്ങൾ നോക്കി, നിങ്ങൾ വൈരുദ്ധ്യങ്ങൾ നോക്കി. പ്രവാചകൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, നിങ്ങൾ ശിർക്ക് ചെയ്യരുതേ. അള്ളാഹു അല്ലാത്ത താഗൂത്തുകളെ നിങ്ങൾ ആദരിക്കാനും ബഹുമാനിക്കാനും ആരാധിക്കാനും പോകരുത്. ഇവിടെ പറയാം, ഞങ്ങൾ പ്രവാചകൻ്റെ അനുയായികളാണ്, മീലാദ് നബി ആഘോഷിക്കുകയാണ്, മഹബത്ത് പ്രകടിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിങ്ങനെ പോയിട്ട് വിഗ്രഹത്തിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ, ഞങ്ങൾ വിഗ്രഹത്തിനെയും ആരാധിച്ചു. ഈ പ്രവാചകൻ്റെ അധ്യാപനത്തിലൊരു വരിയില്ലേ നിങ്ങൾ? എന്ത് സ്നേഹമാണ് നിങ്ങൾ ഈ പറയുന്നത്? അപ്പോൾ പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങൾ അതൊഴിവാക്കാൻ തയ്യാറാവണം. അതേപോലെ അല്ലാ യുഅ്ബദുല്ലാഹ ഇല്ലാ ബിമാ ശറഅ. അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് നിയമമാക്കി പഠിപ്പിച്ചു തന്ന ആ നിലക്കല്ലാതെ ഒരു ഇബാദത്തും ചെയ്യാനും പാടില്ല. ദിക്റോ സ്വലാത്തോ നിസ്കാരോ വേറെ ഏതെങ്കിലും മീലാദുൻ നബിയോ ചടങ്ങുകളോ ചാവടിയന്തരങ്ങളോ കണ്ണു പോകുന്നതോ 3 പോക്കുന്ന ഒരു ചടങ്ങും പ്രവാചകൻ പഠിപ്പിക്കാത്തത് നമ്മൾ ചെയ്യാനും പാടില്ല. നല്ലതല്ലേ? അത് നല്ല കാര്യങ്ങളല്ലേ? അതിനെന്താ പ്രശ്നങ്ങൾ? ഇല്ല. മുഹമ്മദ് ബിൻ സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു സമയത്ത് നിസ്കാരം പാടില്ലാത്ത സമയങ്ങളുണ്ട്. ഇപ്പോൾ ഫജ്ർ നിസ്കരിച്ചാണ്ട് സൂര്യ ഉദിക്കുന്നത് വരെ ആ സമയത്ത് ഒരാൾ വന്ന് കാണും നിസ്കരിക്കാൻ നിന്നു. അദ്ദേഹം പറഞ്ഞു, മനുഷ്യ ഈ സമയത്ത് നിസ്കരിക്കാൻ പാടില്ല. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, 2 റക്അത്ത് നിസ്കാരം, എന്താണ് അതിൽ തെറ്റ്? അബൂ അബ്ദുള്ള, 2 റക്അത്ത് നിസ്കാരമില്ലേ, നിസ്കാരത്തിന് എന്താ തെറ്റ്? അപ്പം അദ്ദേഹം കൊടുത്ത മറുപടി, നിസ്കാരത്തിനല്ല തെറ്റ്, അള്ളാഹുവിൻ്റെ റസൂലിനെ എതിര് ചെയ്യാന്നുള്ള പണിയാണ് നീ ചെയ്യുന്നത് കൊണ്ടുണ്ടായത്, അതാണ് തെറ്റ്. ബിദ്അത്ത് ചെയ്യുന്ന, അനാചാരങ്ങൾ ചെയ്യുന്ന ആളുകളോട് മുഴുവനും നമുക്ക് പറയാനുള്ളത് ഈ മറുപടിയാണ്. നിങ്ങൾ ചെയ്യുന്ന സലാത്തിന് എന്താ തെറ്റ്? ദാനധർമ്മത്തിന് എന്താ തെറ്റ്? അന്നദാനത്തിന് എന്താ തെറ്റ്? നിസ്കാരത്തിന് എന്താ തെറ്റ്? ദിക്റിന് എന്താ തെറ്റ്?
നമ്മൾ അതിനല്ല വിമർശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിര് ചെയ്യാന്നുള്ള ഒരു പണി ഈ കാര്യത്തിൽ കൂടെ നടക്കുന്നു. അതാണ് തെറ്റ്. പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നതനുസരിച്ചല്ലാതെ ഒരു ഇബാദത്തും ഒരു കാര്യം നമ്മൾ ചെയ്യാനും പാടില്ല. ഇതാണ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് സാക്ഷ്യം വഹിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം ഇതാണ്, അർത്ഥം ഇത്. നമ്മൾ ഈ പറയുന്ന നിലക്ക് കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂല എന്ന് വിശ്വസിച്ചവരാണ്, അംഗീകരിച്ചവരാണ്, സാക്ഷ്യം വഹിച്ചവരാണ്. ഇതിൽ എവിടെയെങ്കിലും വീഴ്ച വരുത്തിയ ആളുകളാണെങ്കിൽ ആ പറയുന്ന ആദർശത്തിൽ വികലതയും വീഴ്ചയും ഈ വ്യക്തിക്ക് പറ്റിപ്പോകുന്നുണ്ട്. അത് തിരുത്താൻ തയ്യാറാവണം. ബാറക്കല്ലാഹ്. അതേപോലെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്കുള്ള ഏറ്റവും വലിയ കടമകളിൽപ്പെട്ടൊരു കടമയാണ് നമ്മൾ ആ പ്രവാചകനെയാക്കണം നമ്മുടെ മാതൃക. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് മാതൃകയാക്കേണ്ടത് ആ പ്രവാചകനെയാക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ ഈ വിഷയത്തിൽ എന്ത് ചെയ്തു? ഉറങ്ങാൻ പോകുകയാണ്, ഞാൻ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്? ആ സമയത്ത് അങ്ങ് ശുദ്ധി വരുത്തുന്നോ? അദ്കാറുകൾ പറയുന്നോ? വലഭാഗത്ത് കവളിൽ വലഭാഗത്തുള്ള കവളിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് ചെരിഞ്ഞു കിടക്കുന്നോ? എന്താ മാതൃക? അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ചെയ്തതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ചെയ്തതാണ്. ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തുന്ന കുട്ടികളെ വളർത്തുന്നു, ഞാൻ എൻ്റെ വസ്ത്രധാരണത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു, നിസ്കരിക്കുന്നു, ദുആ ചെയ്യുന്നു, എവിടെയാണെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് മാതൃക അള്ളാഹുവിൻ്റെ റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചു, അങ്ങനെ പറഞ്ഞു, അങ്ങനെ ചെയ്തു. ഇതായിരിക്കണം മാതൃക. ആ പ്രവാചകനെ മാതൃകയാക്കി ജീവിക്കുക ഓരോ കാര്യങ്ങളിലും. അത് നമുക്ക് നിർബന്ധമാണ്. അതേപോലെ ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല മാതൃക ആ പ്രവാചകനിലുണ്ട്. അതിലേക്ക് മുസ്ലിമീങ്ങൾ തയ്യാറാകുമ്പോൾ അവരുടെ ഇസ്ലാം നന്നാകും, ഈമാൻ നന്നാകും, അവർക്ക് അള്ളാഹു ആദരവ് നൽകും, ശത്രുക്കൾക്ക് അവരെ ഭയമുണ്ടാകും. പ്രവാചകന് കൊടുത്ത ആദരവ് ആ പ്രവാചകൻ്റെ സുന്നത്ത് പിൻപറ്റുന്ന മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു നൽകിയേ തീരും. അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. നാമധാരികളായ മുസ്ലിമീങ്ങളായി ജീവിച്ചിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂല. അത് നമ്മുടെ തെറ്റാണ്, ദീനുൽ ഇസ്ലാമിൻ്റെ പ്രവാചകൻ്റെ തെറ്റല്ല. അതേപോലെ ആ പ്രവാചകനെ സ്വന്തം ശരീരങ്ങളിലേറെ, മാതാപിതാക്കളിലേറെ, സമ്പത്തിനിലേറെ, മക്കളിലേറെ നമ്മൾ സ്നേഹിക്കാനും തയ്യാറാവും. ആ പ്രവാചകനെ നമ്മൾ സ്വന്തം ശരീരത്തിനിലേറെ, മാതാപിതാക്കളിലേറെ, സന്താനങ്ങളിലേറെ, സമ്പത്തിനിലേറെ നമ്മൾ സ്നേഹിക്കാൻ തയ്യാറാവണം. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽപ്പെട്ട ഒരാൾ യഥാർത്ഥ ഒരു വിശ്വാസിയാവുകയില്ല ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, മാതാപിതാക്കൾ, സന്താനങ്ങൾ, സകല മനുഷ്യരും, സ്വന്തം ശരീരമടക്കമുള്ള അതിലേറെ നാം ആ പ്രവാചകനെ സ്നേഹിക്കും വേണം. സുബ്ഹാനല്ലാഹ്, പ്രവാചകൻ ഇത്ര കഠിനാധ്വാനം ചെയ്ത് ദഅവത്ത് നടത്തി വഴി നമുക്ക് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നരകത്തിൻ്റെ പടുകുഴിയിലേക്കായിരിക്കും നമ്മളൊരു പക്ഷേ ചെന്നെത്തുന്നത്. ഇന്ന് നമ്മുടെ മുന്നിൽ കൃത്യമായ വഴിയുണ്ട്, ദിശയുണ്ട്, നമുക്ക് മൻഹജുണ്ട് നമ്മുടെ മുന്നിൽ. അതൊരാൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ആ വഴിയിൽ കൂടെ സഞ്ചരിച്ചാൽ അള്ളാഹുവിൻ്റെ ഫള് കൊണ്ട് ഈ ലോകത്തും ആദരവും ബഹുമാനം നേടാൻ കഴിയും, പരലോകത്ത് നമുക്ക് വിജയിക്കാനും കഴിയും. അള്ളാഹുവിൻ്റെ ഫള് കൊണ്ട് അത് കഴിയും, തീർച്ചയായിട്ടും കഴിയും, അതിൽ യാതൊരു സംശയവുമില്ല. ഈ ലോകത്ത് കഴിയും, പരലോകത്തും കഴിയും. ആ പ്രവാചകൻ്റെ അധ്യാപനങ്ങൾക്ക് പുറംതിരിഞ്ഞു നിന്നാൽ, അതിന് വില കൽപ്പിക്കാതെ വെറുതെ ആളുകൾ മറ്റൊരു ലോകത്തിൽ കൂടെ സഞ്ചരിച്ചാൽ ഈ ലോകത്തും പരലോകത്തും അവർക്ക് പരാജയമായിരിക്കും. അതിൻ്റെ ഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റസൂലിനെ സ്നേഹിക്കാനും അവിടുത്തെ സുന്നത്ത് കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി മാതൃകയാക്കാനും അതിൽ നമ്മുടെ കുടുംബത്തിനെയും സമൂഹത്തിനെയും അതിലേക്ക് ക്ഷണിച്ച് അതിൽ ആളുകളുടെ മുന്നിൽ നിൽക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആ പ്രവാചകൻ്റെ സുന്നത്തിനോടുള്ള ഇഷ്ടം അല്ലാഹു നമ്മുടെ മനസ്സിൽ ഇട്ട് തരുമാറാവട്ടെ. കൃത്യമായി അത് പഠിക്കാൻ, അതിനോടുള്ള ആദരവും അതിനുള്ള ബഹുമാനവും മനസ്സിൽ വെച്ച് അത് മാതൃകയാക്കി പിന്തുടരാൻ അതിന് അല്ലാഹു നമുക്ക് സഹായം നൽകുകയും ചെയ്യുമാറാവട്ടെ. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി.